എല്ലാവർക്കും മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റീസെന്റ് ആയിട്ട് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൽ BSc നഴ്സിംഗ് ഫസ്റ്റ് സെമ്മിന് നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് സെം എന്ന് പറയുമ്പോൾ നമുക്ക് 2 ദിവസത്തെ എക്സാം ആണ് ഉള്ളത്. 4 സബ്ജക്ട്സ് 2 ദിവസത്തെ എക്സാം. അതിൽ ഫസ്റ്റ് ഡേയുടെ എക്സാം അനാട്ടമി ആൻഡ് ഫിസിയോളജി ഒരു പേപ്പർ ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് 2 ആൾക്കാർക്കാണ് യൂസ് ആവുക. ഒന്ന്, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എക്സാം എഴുതിയവർക്ക് അതിന്റെ കറക്റ്റ് ആൻസർ എന്താണ്, എങ്ങനെയാണ് എഴുതേണ്ടത്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ എഴുതിയ എക്സാമിനൊന്ന് റിവൈസ് ചെയ്യാൻ പറ്റും. മറ്റൊന്ന്, ഇനി നിങ്ങൾ അനാട്ടമി ആൻഡ് ഫിസിയോളജി എക്സാംസ് എഴുതാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്കും ഇത് യൂസ്ഫുൾ ആകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു, ഏതൊക്കെ രീതിയിലാണ് വരുന്നത്, എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്, എന്താണ് കറക്റ്റ് ആൻസർ, എങ്ങനെ എഴുതിയാലാണ് ഇതിന് നല്ല മാർക്ക് കിട്ടുക, എത്ര പേജസ് എഴുതണം, ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, വീഡിയോ കാണുന്നതിനൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും വേണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അനാട്ടമി ആൻഡ് ഫിസിയോളജി റീസെന്റ് എക്സാം ക്വസ്റ്റ്യൻ റിവിഷൻ. ഓക്കെ, ഇവിടെ നോക്കാം. KUHSന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ BSc നഴ്സിംഗ് ഇന്ത്യയിലെ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികൾക്കും യൂസ്ഫുൾ ആണ്. കാരണം നിങ്ങൾ എല്ലാവരും പഠിക്കുന്നത് ഒരേ സിലബസ് ആണ്, ഒരേ സബ്ജക്ട്സ് ആണ്, ഒരേ പാറ്റേൺ ഓഫ് എക്സാം ആണ്, ഒരേ മാർക്കിംഗ് ക്രൈറ്റീരിയ ആണ്. ആകെയുള്ളൊരു വ്യത്യാസം എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റീസ് ആകുമ്പോൾ ആ യൂണിവേഴ്സിറ്റിയുടെ കൺവീനിയൻ്റ് അനുസരിച്ചിട്ടാണ് എക്സാം ടൈം ഫിക്സ് ചെയ്യുന്നത്. എക്സാം ടൈം എല്ലാവർക്കും ഒന്നല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മാർക്കിങ്ങും ടൈമിങ്ങും എക്സാം പാറ്റേണും എല്ലാം സെയിം ആണ്. ഇവിടെ നോക്കുക, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇതുവരെ ഫസ്റ്റ് സെമ്മിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടില്ലാത്തവർക്ക് ഇതൊരു സാമ്പിൾ ആണ്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. ഏത് സെമ്മാണ്, റെഗുലർ ആണോ സപ്ലിമെന്ററി ആണോ എക്സാമിനേഷൻ, ഏത് മാസമാണ് എക്സാം നടക്കുന്നത്, ഏത് ഇയർ ആണ്, ഏത് സബ്ജക്റ്റ് ആണ്, ഏത് സ്കീമാണ്. ഈ സ്കീം എന്ന് പറയുന്നത് നമ്മുടെ സിലബസ് ആണ്. അതായത് 2021 അപ്ഡേറ്റ് ചെയ്ത INC പ്രകാരമുള്ള 2021 സ്കീം പ്രകാരമുള്ള സിലബസ് ആണ് നമ്മളിപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും ഫോളോ ചെയ്യുന്നത്. അതൊരു ഡീംഡ് യൂണിവേഴ്സിറ്റി ആയാലും അല്ലെങ്കിൽ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിന്റെ കീഴിലുള്ള യൂണിവേഴ്സിറ്റീസ് ആയാലും അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റി ആയാലും ഇന്ത്യയിലുള്ള ഏത് യൂണിവേഴ്സിറ്റി ആയാലും ഫോളോ ചെയ്യുന്ന ഈ ഒരു 2021 സ്കീം സിലബസ് തന്നെയാണ്. അപ്പോൾ അനാട്ടമി ആൻഡ് ഫിസിയോളജി എന്നുള്ള എക്സാം ടോട്ടലി 75 മാർക്കിനാണ്. അതിന് ഈ ഒരു 75 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്ന സമയം 3 മണിക്കൂറാണ്. അത് ധാരാളമാണ്. നിങ്ങൾ നോക്കുക, 25 മാർക്കിന് നിങ്ങൾക്ക് 1 മണിക്കൂർ കിട്ടുന്നു, 75 മാർക്കിന് നിങ്ങൾക്ക് 3 മണിക്കൂർ ധാരാളമാണ്. 3 മണിക്കൂർ അത്രയൊന്നും വേണ്ട ആക്ച്വലി. എക്സാം നിങ്ങൾ പ്ലാൻഡ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ, കറക്റ്റ് ആയിട്ട് സ്ട്രക്ചർ ഫോർമാറ്റിൽ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഒരുപാട് സമയം ഓരോ സിമ്പിൾ ക്വസ്റ്റ്യൻസ് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എടുത്ത് ഒരുപാട് സമയം വേസ്റ്റ് ആക്കാതിരുന്നാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതൊരു 3 മണിക്കൂർ 2.25 മണിക്കൂറിന് മുന്നേ എഴുതി തീർത്ത് ലാസ്റ്റ് 15 മിനിറ്റ്സ് നിങ്ങൾക്ക് എഴുതിയ കണ്ടൻസുകളെല്ലാം ഒന്ന് റിവൈസ് ചെയ്യാനും ഉണ്ടാകും. അത് നിർബന്ധമാണ്. അതായത് ഈ ഒരു 3 മണിക്കൂറും നിങ്ങൾ എഴുതി ലാസ്റ്റ് നിമിഷം വരെ എഴുതി എല്ലാ പേപ്പർ കൊടുക്കേണ്ടത് ഒരു 10 മിനിറ്റ് മുമ്പേ എങ്കിലും മിനിമം നിങ്ങൾ എല്ലാം എക്സാമിൻ്റെ കണ്ടന്റ് എഴുതി സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം എഴുതിയ കണ്ടന്റ് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യണം. റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിൽ പല കുട്ടികൾ 3-4 കുട്ടികൾ എന്നെ വിളിച്ചു പറഞ്ഞ കാര്യമാണ്, ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ മറന്നുപോയി. ആ ഒരു എക്സാമിന്റെ എക്സൈറ്റ്മെന്റിൽ, അതായത് ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റി എക്സാം എഴുതാൻ പോകുന്ന എക്സൈറ്റ്മെന്റിൽ അവർ ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ മറന്നുപോയി എന്ന്. എനിക്ക് മറുപടി എന്താണ് പറയേണ്ടത് എനിക്കറിയത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടല്ല എക്സാം എഴുതുന്നത്. 1ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ LKG മുതൽ നമ്മൾ ഒരുപാട് എക്സാംസ് ഇങ്ങോട്ട് എഴുതി വന്നവരാണ്. +2 വരെ ഒരുപാട് എക്സാംസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അവിടെ എല്ലാം നമുക്കറിയാവുന്നതാണ്. ടീച്ചേഴ്സ് പേപ്പർ അവിടെ കറക്റ്റ് ചെയ്യുമ്പോൾ അവർ ക്വസ്റ്റ്യൻ നമ്പർ നോക്കിയിട്ടാണ്, ക്വസ്റ്റ്യൻ നമ്പറിന്റെ അവിടെ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ 1 മാർക്ക് എന്നുള്ള രീതിയിലാണ് കറക്റ്റ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ പോലും അവിടെ ഇട്ടിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യും? അവർ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്ന് തന്നെ കണക്കാക്കാം. അവരുടെ ആവശ്യമല്ല മാർക്ക് ഇടേണ്ടത്, നമ്മുടെ ആവശ്യമാണ് അല്ലേ? അപ്പോൾ മേക്ക് ഷുവർ യു ആർ പുട്ടിങ് കറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇൻ കറക്റ്റ് പ്ലേസ്. ഓക്കെ, കറക്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ അറ്റ് കറക്റ്റ് പ്ലേസ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് എല്ലാവരും കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ ഇടുക. ഇനി മറ്റൊരു പോയിന്റ് എന്ന് പറയുമ്പോൾ എക്സാമിൽ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നുണ്ട്, ആൻസർ ഓൾ ക്വസ്റ്റ്യൻ ടു ദ പോയിന്റ് നീറ്റ്ലി ആൻഡ് ലെജിബിളി. അതായത് എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് MCQs ഉണ്ട്, essay ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഷോർട്ട് എസ്സേസ് ഉണ്ട്, ഷോർട്ട് നോട്ട്സ് ഉണ്ട്,
ഇത്രയും ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നത്. എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ അവിടെ ആൻസർ ചെയ്യണം. ആൻസർ ചെയ്യാൻ ട്രൈ എങ്കിലും ചെയ്യാതെ ഒരിക്കലും നിങ്ങൾക്ക് അവിടെ മാർക്ക് കിട്ടത്തില്ല. ഓക്കെ, എന്നാൽ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഇനി എഴുതി തെറ്റിച്ചാൽ പോലും ചിലപ്പോൾ മാർക്ക് കിട്ടാം, ചിലപ്പോൾ മാർക്ക് ഇല്ലായിരിക്കാം. പക്ഷെ ഒരിക്കലും നിങ്ങൾ നേടിയെടുത്ത മാർക്ക് ഒരിക്കലും നെഗറ്റീവ് മാർക്കിംഗ് അങ്ങനെ ഒരു ക്രൈറ്റീരിയ അവിടെ ഇല്ല. അവിടെ നേടിയെടുത്ത മാർക്കിൽ കുറവൊന്നും വരത്തില്ല. ഓക്കെ, സോ യു ഹാവ് ടു ആൻസർ ഓൾ ക്വസ്റ്റ്യൻ. അപ്പോൾ അതുപോലെ തന്നെ ആൻസർ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതണം? പോയിന്റ് നീറ്റ്ലി, കൃത്യമായിട്ട് നീറ്റായിട്ട് എഴുതണം. ലെജിബിളി, അതായത് റീഡബിൾ ആയിട്ട്. ആ കറക്റ്റ് ചെയ്യുന്ന ആൾ ഒരിക്കലും നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് പരിചയമുള്ള ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം? നീറ്റായിട്ട് എഴുതണം. ഒരിക്കലും നിങ്ങൾ നീറ്റായിട്ട് എഴുതിയില്ല എങ്കിൽ സമയം കൂടുതലെടുത്ത് അവിടെ ഒരിക്കലും പേപ്പർ ഇവാലുവേറ്റ് ചെയ്യാൻ ഇരിക്കത്തില്ല. അവർ നോക്കുമ്പോൾ അത് നീറ്റാണ്, കണ്ടന്റ് അവിടെ പ്രോപ്പറായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മാർക്ക് അവിടെ ഇടും. അതല്ലാതെ ഓരോ സെന്റൻസും ഒരിക്കലും 10 or 50 പേജസ് ഉള്ള ഒരു ബുക്ക്ലെറ്റിലായിരിക്കും നിങ്ങൾ ആൻസർ എഴുതുന്നത്. ആ 50 പേജസും ഓരോ വേർഡ് ബൈ വേർഡായിട്ട് ഒരു ടീച്ചേഴ്സും ഇരുന്ന് വായിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അങ്ങനെ വായിക്കത്തില്ല. നിങ്ങൾ ആ പ്രസന്റ് ചെയ്യുന്ന രീതി, അവിടെ മെയിനായിട്ട് എഴുതിയിരിക്കുന്ന കണ്ടൻസ്, അതിലെ വാല്യൂസ്, ഇതൊക്കെ ആയിരിക്കും അവർ പ്രധാനമായിട്ട് നോട്ട് ചെയ്യുന്നത്. അതെല്ലാം ഉണ്ടെങ്കിൽ അവർ ആവറേജ് മാർക്ക് അവിടെ ഇടും. ആവറേജിന് മേലെ പോകുമ്പോൾ മാത്രമേ, അങ്ങനെയുള്ള പേപ്പറുകൾക്ക് മാത്രമായിരിക്കും അവർ ഓരോ പോയിന്റുകളായിട്ട് അവിടെ കൂടുതൽ സമയം കണ്ടെത്തി വായിച്ച് നോക്കാൻ ശ്രമിക്കുക. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ടു ആൻസർ ഓൾ ക്വസ്റ്റ്യൻ നീറ്റ്ലി ആൻഡ് ലെജിബിളി. അതുപോലെ തന്നെ സെക്കൻഡ് പോയിന്റ് പറയുന്നത് ഡു നോട്ട് ലീവ് എനി ബ്ലാങ്ക് പേജസ് ബിറ്റ്വീൻ ആൻസേഴ്സ്. അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതി പോട്ടെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എഴുതി, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ MCQ ആണ്, അത് നമുക്ക് അവിടെ ലീവ് ചെയ്യാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എഴുതി, അല്ലെങ്കിൽ എട്ടാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയപ്പോൾ ഒരു പേജിന്റെ പകുതി എഴുതിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. അത് നമുക്ക് അവിടെ തോന്നുകയാണ് കുറച്ച് കഴിഞ്ഞിട്ട് ഇതിന്റെ ബാക്കി കുറച്ചുകൂടെ ഇവിടെ എഴുതി ചേർക്കാനുണ്ട്, അതവിടെ കുറച്ച് സ്ഥലം വിടാം, അത് കഴിഞ്ഞ് അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം എന്ന് തീരുമാനിച്ച് അവിടെ കുറച്ച് സ്ഥലം വിട്ടിട്ട് അടുത്ത ക്വസ്റ്റ്യൻ എഴുതി പോയി. എന്നാൽ നിങ്ങൾ ഈ എവിടെയാണോ ഗ്യാപ്പ് വിട്ടത് അല്ലെങ്കിൽ ബ്ലാങ്ക് പേജസ് വിട്ടത്, ആ ഒരു പേജസ് നിങ്ങളൊന്ന് ക്രോസ് ചെയ്ത് വിട്ടിട്ടില്ല എങ്കിൽ ആക്ച്വലി ടീച്ചേഴ്സിനുള്ള ഇൻസ്ട്രക്ഷൻ ഒരു ബ്ലാങ്ക് സ്പേസ് വന്നാൽ അത് കഴിഞ്ഞുള്ള പേജസ് ഇവാലുവേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സോ അതുകൊണ്ട് അതൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. നിങ്ങൾ ആൻസറുകൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇടയിലുള്ള പേജസ് എവിടെയെങ്കിലും ബ്ലാങ്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് പെൻസിൽ കൊണ്ട് ഒരൊറ്റ ലൈൻ ജസ്റ്റ് വൃത്തികേടാക്കി വരച്ചിടരുത്, ഒരു ലൈൻ കൊണ്ടൊന്ന് ക്രോസ് ഔട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ അതും പ്രധാനമായിട്ട് ചെക്ക് ചെയ്യണം. അപ്പൊ ഇതൊക്കെ നമ്മൾ എപ്പോഴാണ് ചെക്ക് ചെയ്യേണ്ടത്? ലാസ്റ്റ് നമ്മുടെ ഈ 10 മിനിറ്റ് ആ സമയം എല്ലാം എഴുതി ലാസ്റ്റ് എക്സാമിന്റെ ഫിനിഷിംഗ് പോയിന്റിന് മുന്നേ ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ മുതൽ അവസാനത്തെ ക്വസ്റ്റ്യൻ വരെ നമ്മൾ ആൻസർ ഷീറ്റ് നമ്മൾ നോക്കണം. അതിനിടയ്ക്ക് എവിടെയെങ്കിലും ബ്ലാങ്ക് സ്പേസ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് വിടണം. എവിടെയെങ്കിലും ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ് ആയിട്ട് അവിടെ ഇട്ട് വെക്കണം. ഇല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യില്ല, അവിടെ ആൻസേഴ്സ് അവിടെ കറക്റ്റ് ചെയ്യത്തില്ല. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ഇൻഡിക്കേറ്റ് ദ ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ്ലി ഫോർ ദ ആൻസർ ഇൻ ദ മാർജിൻ സ്പേസ്. അതായത് നമ്മുടെ ഇവിടെയാണ് നമ്മുടെ കണ്ടൻസ് വരുന്നെങ്കിൽ ഇതിന് ഇവിടെയാണ് എന്ത് പറയുന്നത്, മാർജിൻ സ്പേസ് എന്ന്. അപ്പൊ ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒന്നാമത്തേൽ A പാർട്ട് ക്വസ്റ്റ്യൻ, ഒന്നാമത്തേൽ B പാർട്ട് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തതിൽ A പാർട്ട് ക്വസ്റ്റ്യൻ, രണ്ടാമത്തതിൽ B പാർട്ട് ക്വസ്റ്റ്യൻസ്, ലൈക്ക് സബ് ക്വസ്റ്റ്യൻസ്, A ക്വസ്റ്റ്യൻ, B ക്വസ്റ്റ്യൻ, അങ്ങനെ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതും ഉൾപ്പെടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് തീർന്ന് അടുത്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അങ്ങനെ കൃത്യമായിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ നമ്പർ നമ്മൾ മാർജിൻ സ്പേസിൽ അടയാളപ്പെടുത്തണം, അല്ലെങ്കിൽ അവിടെ എഴുതിയിരിക്കണം. അതും പ്രധാനമായിട്ടുള്ളൊരു പോയിന്റ് ആണ്. നെക്സ്റ്റ് വൺ, ആൻസർ ഓൾ പാർട്സ് ഓഫ് സിംഗിൾ ക്വസ്റ്റ്യൻ ടുഗദർ. ഒരു ക്വസ്റ്റ്യനിൽ തന്നെ സപ്പോസ് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ആ എല്ലാ പാർട്സും ഒരുമിച്ച് തന്നെ എഴുതുക. അതായത് ഒരു എക്സാമ്പിൾ പറയാം, ഒരു essay ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതിനകത്ത് A പാർട്ട് ക്വസ്റ്റ്യനും ഉണ്ട്, B പാർട്ട് ക്വസ്റ്റ്യനും ഉണ്ട്, C പാർട്ട് ക്വസ്റ്റ്യനും ഉണ്ട്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് തുടങ്ങി. അപ്പൊ ഒരു 3 പേജ് എഴുതി, അപ്പൊ Aയും Bയും എഴുതിയെന്ന് വെക്കാം, അല്ലെങ്കിൽ A മാത്രം എഴുതിയെന്ന് വെക്കാം. അടുത്ത് C പാർട്ട് എഴുതാൻ നമുക്കിപ്പോൾ അറിയത്തില്ല എന്ന് വിചാരിച്ച് നമ്മൾ അവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉടനെ തന്നെ എഴുതി തുടങ്ങിയതിന് ശേഷം 5 or 6 ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയതിന് ശേഷം വീണ്ടും 1 C പാർട്ട് എന്ന് പറഞ്ഞ് വീണ്ടും ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും അവിടെ ഇവാലുവേറ്റ് ചെയ്യത്തില്ല. ഒരു ക്വസ്റ്റ്യൻ്റെ എല്ലാ പാർട്സും ഒരുമിച്ച് തന്നെ ആൻസർ ചെയ്തിരിക്കണം. മനസ്സിലായോ?
ഒരു ക്വസ്റ്റ്യന് സബ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ സബ് ക്വസ്റ്റ്യൻസ് എല്ലാം ഒരുമിച്ച് ഒരിടത്ത് തന്നെ എഴുതണം. സപ്പോസ് നിങ്ങൾക്ക് അവിടെ ആ ഒരു സമയത്ത് സി പാർട്ടിന്റെ ആൻസർ എഴുതാൻ അറിയത്തില്ല, അത് ആലോചിച്ച് എഴുതാൻ സമയം വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് സ്ഥലം വിടുക, കുറച്ച് സ്പേസ് വിടുക. എത്രത്തോളം ഏകദേശം എത്ര സ്പേസ് വേണമോ ആ സ്ഥലം വിട്ടിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. പക്ഷേ അവിടെ ഒരു എം ടി സ്പേസ് വിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആ ഒരു ആൻസർ ഷീറ്റ് ക്വസ്റ്റ്യൻ എല്ലാം അറ്റൻഡ് ചെയ്ത് ടീച്ചറുടെ കയ്യിൽ കൊടുക്കുന്നതിന് മുന്നേ ഒരു ഫൈനൽ ചെക്കിംഗ് നടത്തിയിരിക്കണം. എവിടെയൊക്കെയാണോ എം ടി സ്പേസസ് ഉള്ളത് അവിടെ ഒരു വര പെൻസിൽ കൊണ്ടൊന്ന് സ്ട്രൈക്ക് ഔട്ട് ചെയ്യാൻ മറന്നു പോകരുത്. നെക്സ്റ്റ്, അതുപോലെ തന്നെ ലീവ് സഫിഷ്യൻറ്റ് സ്പേസ് ബിറ്റ്വീൻ ആൻസേഴ്സ്. അതായത് ഒരു ക്വസ്റ്റ്യൻ എഴുതി തീർന്നാൽ ആ ഒരു പേപ്പർ കാണുന്ന വ്യക്തിക്ക് മനസ്സിലാകണം, യെസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എൻഡിങ് ഹിയർ, ഫ്രം ഹിയർ സെക്കൻഡ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ടിങ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ രണ്ട് ആൻസേഴ്സിന് ഇടയിലായിട്ട് ഒരു ചെറിയൊരു സ്പേസ്, അതായത് നമ്മൾ നേരത്തെ ആൻസറുകൾ എഴുതാൻ ഇടുന്നത് പോലെയുള്ള സ്പേസ് അല്ല, ഒരു 2-3 ലൈനിൻ്റെ അത്രയും ഒരു സ്പേസ് നമ്മളവിടെ ഒന്ന് ഗ്യാപ്പ് വിട്ട് വേണം ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് എഴുതാൻ വേണ്ടി. അതൊരു ഒരു പ്രസൻറ്റേഷൻ കൂടെ നന്നാക്കാൻ വേണ്ടി സഹായിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. ഇതിനേക്കാൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഓർക്കാനുണ്ട്. അതൊക്കെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സിലൊക്കെ ഞാനത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തരുന്ന ഇൻസ്ട്രക്ഷൻസ് ആണിത്. എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യണം, നീറ്റായിട്ട് ആൻസർ ചെയ്യണം, ലെജിബിൾ ആയിരിക്കണം. ഓരോ ആൻസറുകൾക്ക് ഇടയിൽ എം ടി സ്പേസസ് വരാൻ പാടില്ല. കൃത്യമായിട്ട് ഏത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണോ എഴുതുന്നത് അതിൻ്റെ നമ്പർ ലെഫ്റ്റ് സൈഡിൽ മാർജിനിൽ കൃത്യമായിട്ട് കൊടുക്കുക. ഓരോ ക്വസ്റ്റ്യൻ്റെയും സബ് ക്വസ്റ്റ്യൻസ് എല്ലാം ഒരുമിച്ച് ഒരു സ്ഥലത്തായിരിക്കണം എഴുതേണ്ടത്. ആൻസറുകൾക്കിടയിൽ ഒരു ചെറിയൊരു സ്പേസ്, സഫിഷ്യൻറ്റ് സ്പേസ് വിട്ട് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും ഇൻസ്ട്രക്ഷൻസ് നമ്മളവിടെ വായിക്കണം. ഓക്കെ, അത് ഫോളോ ചെയ്യുകയും വേണം. അപ്പോൾ നിങ്ങൾക്കറിയാം അനാട്ടമിയുടെ ക്വസ്റ്റ്യൻ കോഡാണിത്, ക്വസ്റ്റ്യൻ പേപ്പർ കോഡാണിത്. എല്ലാ വർഷത്തിലും അനാട്ടമിയുടെയും ഫിസിയോളജിയുടെയും ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഇത് തന്നെയാണ് വരുന്നത്, 122010. അപ്പോൾ നിങ്ങളുടെ അനാട്ടമി ആൻഡ് ഫിസിയോളജി ക്വസ്റ്റ്യൻ പേപ്പർ ടോട്ടലി 75 മാർക്സിനാണെങ്കിലും ഇതിന് 2 സെക്ഷൻ ആയിട്ടാണ് വരുന്നത്. സെക്ഷൻ എ അപ്ലൈഡ് അനാട്ടമിയും സെക്ഷൻ ബി അപ്ലൈഡ് ഫിസിയോളജിയുമാണ്. ഇതിൽ സെക്ഷൻ എ അപ്ലൈഡ് അനാട്ടമി 37 മാർക്സിനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. സെക്ഷൻ ബി ഫിസിയോളജി വരുമ്പോൾ 38 മാർക്സിനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പേപ്പർ പാസ്സാകണമെങ്കിൽ ഔട്ട് ഓഫ് 75 ആണ് നിങ്ങൾ 38 മാർക്സ് എടുക്കേണ്ടത്. ഓക്കെ, 38 ഔട്ട് ഓഫ് 75 ആണ് നിങ്ങൾ എടുക്കേണ്ടത്. അതും നിങ്ങൾക്ക് അനാട്ടമിയിൽ ഇത്ര മാർക്ക്, ഫിസിയോളജിയിൽ ഇത്ര മാർക്ക് അങ്ങനെയില്ല, രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത്. ഇപ്പോൾ സപ്പോസ് അനാട്ടമിയിൽ നിങ്ങൾക്ക് കുറച്ച് മാർക്കാണ് കിട്ടിയതെങ്കിൽ ഫിസിയോളജിയിൽ കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് 50%, ദാറ്റ് ഈസ് 38 മാർക്സ് നിങ്ങൾക്ക് ഉണ്ടാകണം. എന്നാലേ നിങ്ങൾ ആ എക്സാം പാസ്സാകത്തുള്ളൂ. മിനിമം പാസ്സിനാണ് ഞാൻ പറയുന്നത്. പക്ഷേ അതിൻ്റെ കൂടുതൽ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ്, ഡിസ്റ്റിങ്ഷൻ ലെവൽ, അങ്ങനെ എ ഗ്രേഡ്, A+, അങ്ങനെ പല ഗ്രേഡുകളുണ്ട് നിങ്ങൾക്ക്. അത് നിങ്ങളുടെ പെർസെൻറ്റേജ് കൂടുന്നതനുസരിച്ച് ആ ഓരോ ഗ്രേഡുകളായിരിക്കും നിങ്ങൾക്കിപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ തരുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു എക്സാം നിങ്ങൾ റീസെൻ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കിവിടെ ആൻസേഴ്സ് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ്. ആദ്യത്തെ പാർട്ട് KUHS ആദ്യത്തെ പാർട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. എന്നാൽ മറ്റു ചില യൂണിവേഴ്സിറ്റികളിൽ ആദ്യം essay ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, ലാസ്റ്റ് ആണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നെക്സ്റ്റ് പോയിന്റ് വായിക്കുമ്പോൾ മനസ്സിലാവും. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത 4 ഓപ്ഷൻസ് ഉണ്ടാകും. അതിൽ നിന്ന് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഏതാണോ അതാണ് എടുത്തെഴുതേണ്ടത്. അതും ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന റൈറ്റിംഗ് ഷീറ്റ്, അതായത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ വരുന്ന ഇഷ്യൂ ചെയ്യുന്ന റൈറ്റിംഗ് ഷീറ്റാണ് നിങ്ങൾക്ക് എക്സാമിന് തരുന്നത്. അല്ല നിങ്ങൾ കൊണ്ടുപോകും, നമ്മുടെ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന പോലെ പേപ്പർ കൊണ്ടുപോയല്ല അവിടെ എക്സാം എഴുതുന്നത്. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ബുക്ക്ലെറ്റ് തരും, അതിലാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. അതിൽ 3ാമത്തെ പേജ്, ഫ്രണ്ട് പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസും ക്വസ്റ്റ്യൻ നമ്പറും ബബ്ലിങ്ങും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് 3ാമത്തെ പേജിലാണ് നിങ്ങളുടെ ആൻസർ ഷീറ്റ് അല്ലെങ്കിൽ ആൻസർ എഴുതാനുള്ള സ്ഥലം തുടങ്ങുന്നത്. ആ 3ാമത്തെ പേജിൽ തന്നെ നിങ്ങൾ ഈ മൾട്ടിപ്പിൾ ചോയ്സിൻ്റെ ആൻസർ എഴുതണം. ചില കുട്ടികൾ വിചാരിക്കുന്നുണ്ടാവും, അതായത് നമുക്ക് MCQ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ട്, അപ്പോൾ essay എന്നാൽ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്, അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് essay ഞാൻ ആദ്യം എഴുതാം, അത് കഴിഞ്ഞ് പിന്നീട് MCQ ആലോചിച്ച്
എഴുതാം. അപ്പൊ അവിടെ തെറ്റിയാലും പ്രശ്നമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ പണ്ടൊക്കെ എക്സാം എഴുതിയിട്ടുള്ളവരുണ്ട്. പക്ഷെ ഇപ്പോ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ പറയുന്നത് ഈ 3-ാമത്തെ പേജിൽ എവിടെയാണോ നിങ്ങൾ എക്സാം എഴുതി തുടങ്ങുന്നത്, കണ്ടന്റ് ആൻസർ എഴുതി തുടങ്ങുന്ന ആ ഫസ്റ്റ് പേജിൽ തന്നെ നിങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സിന്റെ ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതണം. മാറ്റി ഒരിടത്തും എഴുതരുത് എന്നാണ് പറയുന്നത്. മാറ്റി എഴുതി കഴിഞ്ഞാൽ ചില ടീച്ചേഴ്സ് കറക്റ്റ് ചെയ്യും, ചിലര് കറക്റ്റ് ചെയ്തില്ല. കാരണം അവർക്ക് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ അങ്ങനെയാണ്. പേജ് 3 എക്സ്പെഷ്യലി ക്വസ്റ്റ്യൻ പേപ്പറിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പേജ് നമ്പർ 3 തന്നെ ഈ 6 ക്വസ്റ്റ്യൻ്റെയും 6 MCQ ആണുള്ളത്. 6 ക്വസ്റ്റ്യൻ്റെ ആൻസർ അവിടെ തന്നെ എഴുതുക. സപ്പോസ് നിങ്ങൾക്ക് ആൻസർ അറിയില്ല എങ്കിൽ നമ്പർ ഇടുക. ആദ്യം തന്നെ 1, 2, 3, 4, 5, 6 ഇങ്ങനെ 6 നമ്പർ ഇട്ട് വെക്കുക. ഏതൊക്കെയാണോ ആൻസർ അറിയാം, 1-ാമത്തെ ആൻസർ അറിയാം, 3-ാമത്തെ ആൻസർ അറിയാം, 4-ാമത്തെ അറിയാം, 5ഉം 6ഉം അറിഞ്ഞുകൂടാ, 2 അറിയത്തില്ല. ഓക്കെ, നിങ്ങളവിടെ സ്പേസ് ലീവ് ചെയ്തോ. ഏതൊക്കെയാണോ ആൻസേഴ്സ് അറിയാവുന്നത് അവിടെ അത് കറക്റ്റ് ആയിട്ട് ആൻസർ എഴുതുക. ഇപ്പൊ എ ഓപ്ഷൻ ആണ് ആൻസർ എങ്കിൽ എ എന്ന് എഴുതി ആ ആൻസർ എന്താണോ അത് കൂടെ എടുത്തെഴുതുക. ഇനി സി ആണ് ആൻസർ എങ്കിൽ സി എന്ന് എഴുതി ആ ആൻസർ എടുത്തെഴുതി അതുപോലെ ആ ഒരു ആൻസറും കൂടെ അവിടെ എടുത്ത് എഴുതുക. ആൻസർ അറിയത്തില്ലെങ്കിൽ ആ സ്പേസ് അവിടെ ഇടുക. പക്ഷെ ക്വസ്റ്റ്യൻ നമ്പർ നിങ്ങൾ അവിടെ ഇട്ടിട്ടുണ്ടാകണം. കാരണം ക്വസ്റ്റ്യൻ നമ്പർ പിന്നീട് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ക്രമത്തിന് തന്നെ നിങ്ങൾ നമ്പർ ക്വസ്റ്റ്യൻ ഇട്ടിട്ട് പോകാൻ പറയുന്നത്. അത് കഴിഞ്ഞായിരിക്കും നിങ്ങൾ എസ്സേ തുടങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്പറിൽ തെറ്റുകളൊന്നും വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, ഇവിടെ ഇതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. KUHS ഫസ്റ്റ് പേജിൽ തന്നെ നിങ്ങൾ MCQ ആൻസർ എഴുതണം. അപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന എക്സാമിന് ചോദിച്ച MCQs എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ അനാട്ടമി ആൻഡ് ഫിസിയോളജി സിലബസ് എന്ന് പറഞ്ഞാൽ അനാട്ടമിയിൽ 10 യൂണിറ്റും ഫിസിയോളജിയിൽ 11 യൂണിറ്റ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ സിസ്റ്റംസും അനാട്ടമിയും ഫിസിയോളജിയും ഒരേ സിസ്റ്റംസ് തന്നെയാണ്. അനാട്ടമിയിൽ നിങ്ങൾ അതിന്റെ സ്ട്രക്ചർ പഠിക്കുന്നു, ഫിസിയോളജിയിൽ അതിന്റെ ഫങ്ഷൻസിനെ കുറിച്ച് പഠിക്കുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിലുള്ള ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇവിടെ നോക്കാം, ഫസ്റ്റ് MCQ ഇതായിരുന്നു. ആക്ച്വലി പ്രീവിയസ് എക്സാംസുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു ഇപ്രാവശ്യം KUHS ചോദിച്ചത്. അതായത് നമ്മുടെ കോഴ്സിലുണ്ടായിരുന്ന കുട്ടികളുടെ എല്ലാം ഒരു ഫീഡ്ബാക്ക് ഇതായിരുന്നു. നമ്മൾ കൊടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ നിന്ന് മാത്രമേ എല്ലാ ക്വസ്റ്റ്യൻസും എക്സാമിന് അവർക്ക് ചോദിച്ചിട്ടുള്ളൂ. ഈവൻ 1 വേർഡ് ക്വസ്റ്റ്യൻസ് പോലും നമ്മൾ പറഞ്ഞ ടോപ്പിക്കുകളിൽ നിന്ന് മാത്രമേ വന്നിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും. എപെക്സ് ഓഫ് ദ ഹാർട്ട് ഈസ് ഫോംഡ് ബൈ. അപ്പോൾ എന്താണ് ഈ എപെക്സ് എന്ന് പറയുന്നത്? നമ്മുടെ ഏതൊരു ഓർഗനും, നമ്മുടെ ശരീരത്തിലുള്ള ഓരോ ഇന്റേണൽ ഓർഗൻസിനും എപെക്സ് എന്നും ബേസ് എന്നും നമ്മൾ പറയാറുണ്ട്. ഒരു സൈഡ് എപെക്സ് എന്നും മറ്റൊരു സൈഡ് ബേസ് എന്നും പറയാറുണ്ട്. യൂഷ്വലി മുകൾ ഭാഗം എപെക്സ് എന്നും താഴ്ഭാഗത്തിന് ബേസ് എന്നുമാണ് പറയുന്നത്. നമ്മളൊരു ട്രയാങ്കിൾ പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എപെക്സും ബേസും പറയുന്നത്? ഇത് ബേസ് ആണ്, ഇത് എപെക്സ് ആണ്, അല്ലെ? എന്നാൽ ഹാർട്ട് മാത്രം എന്താണ്? നേരെ തിരിച്ചാണ്. ഹാർട്ടിന്റെ ബേസ് എന്ന് പറയുന്നത് മുകൾ ഭാഗത്തും എപെക്സ് എന്ന് പറയുന്നത് താഴ്ഭാഗത്തുമാണ്. ഹാർട്ടിന്റെ ഒരു ഷാർപ്പ് പോയിന്റ് അല്ലെങ്കിൽ ഒരു ഷാർപ്പൻഡ് എൻഡ് വരുന്നത് താഴ്ഭാഗത്താണ്. വീതിയുള്ള ബ്രോഡർ അല്ലെങ്കിൽ വൈഡർ എൻഡ് വരുന്നത് മേൾഭാഗത്തുമാണ്. സോ ദിസ് ഈസ് ബേസ് ഓഫ് ദ ഹാർട്ട് ആൻഡ് ദിസ് ഈസ് എപെക്സ് ഓഫ് ദ ഹാർട്ട്. അപ്പം നമ്മൾ ഹാർട്ടിന്റെ അനാട്ടമി ഒന്നും ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുള്ളതാണ്. ഓപ്ഷൻസ് വായിച്ചു നോക്കുക. ഓപ്ഷൻ എ റൈറ്റ് ഏട്രിയം, ഓപ്ഷൻ ബി റൈറ്റ് വെൻട്രിക്കിൾ, ഓപ്ഷൻ സി ലെഫ്റ്റ് ഏട്രിയം, ഓപ്ഷൻ ഡി ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇതിൽ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ്. കാരണം നമ്മുടെ ഹാർട്ടിനെ 4ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റൈറ്റ് ഏട്രിയം, ഇത് ലെഫ്റ്റ് ഏട്രിയം, ഇത് റൈറ്റ് വെൻട്രിക്കിൾ, ഇത് ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇതിൽ ഈ ഷാർപ്പൻഡ് ആയിട്ട് ഹാർട്ടിന്റെ ഷാർപ്പൻഡ് ആയിട്ട് വരുന്ന ഈ എൻഡ് ഇതിനെയാണ് എപെക്സ് എന്ന് പറയുന്നത്. ഇത് ഏത് ഭാഗത്താണ് വരുന്നത്? ലെഫ്റ്റ് വെൻട്രിക്കിൾ. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതെല്ലാവരും കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടാകണം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വൈറ്റ് പൾപ്പ് ആൻഡ് റെഡ് പൾപ്പ് ഈസ് സീൻ ഇൻ വിച്ച് ഓർഗൻ? ഓപ്ഷൻ എ ലിവർ, ഓപ്ഷൻ ബി ലിംഫ് നോഡ്, ഓപ്ഷൻ സി സ്പ്ലീൻ, ഓപ്ഷൻ ഡി പാൻക്രിയാസ്.
ഈ 4 ഓർഗൻസും നമ്മൾ അനാട്ടമിയിലും ഫിസിയോളജിയിലും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. എന്നാൽ ഇതിൽ നമ്മൾ ഒരിക്കലും ഈ ലിവർ പഠിക്കുമ്പോഴോ, ലിവറിൽ നമ്മൾ പഠിക്കുക ഹെപ്പറ്റോസൈറ്റ്സ് ആണ് അതിൻ്റെ ഓരോ സെല്ലുകൾ എന്ന് പറയുന്നത്. അതിൽ ഓരോ യൂണിറ്റിനെ സൈനസോയിഡ്സ് എന്ന് പറയുന്നൊന്നും, ഹെപ്പാറ്റിക് ആർട്ടറി, ഹെപ്പാറ്റിക് വെയിന്, സെൻട്രൽ കനാൽ, ഇങ്ങനെയാണ് നമ്മൾ അതിനകത്ത് ഓരോ പാർട്സ് പഠിച്ചിട്ടുള്ളത്. എന്നാൽ ലിംഫ് നോഡിലും നമ്മൾ പ്രത്യേകിച്ച് പാർട്സുകളൊന്നും അവിടെ പഠിച്ചിട്ടില്ല. ലിംഫ് നോഡ് എന്ന് പറഞ്ഞൊരു ലിംഫാറ്റിക് ടിഷ്യൂ, ഒരു കൂട്ടത്തോടെ ഇരിക്കുന്ന ലിംഫാറ്റിക് ടിഷ്യൂ ആണെന്ന് മാത്രമേ അവിടെ പഠിക്കുന്നുള്ളൂ. പാൻക്രിയാസും പഠിക്കുമ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ഇന്റേണൽ ഓർഗൻ ആണ്. അതിന് എക്സോക്രൈൻ ഫങ്ഷൻസും എൻഡോക്രൈൻ ഫങ്ഷൻസും ഉണ്ട്. ബീറ്റാ സെൽസും ആൽഫ സെൽസും ഉണ്ട്. അത് ചില ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ എക്സോക്രൈൻ ഫങ്ഷൻ്റെ ഭാഗമായിട്ട് അത് കുറച്ച് ജ്യൂസ് അല്ലെങ്കിൽ എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനെ പാൻക്രിയാറ്റിക് ജ്യൂസ് എന്ന് പറയുന്നു. ഇതെല്ലാമാണ് നമ്മളവിടെ പഠിച്ചിട്ടുള്ളത്. എന്നാൽ സ്പ്ലീന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. സ്പ്ലീനിൻ്റെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ അതിൻ്റെ മൈക്രോസ്കോപ്പിക് യൂണിറ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കേട്ടിട്ടുണ്ടാകും അതിൽ വൈറ്റ് പൾപ്പ് എന്നും റെഡ് പൾപ്പ് എന്നും പറയുന്നത്. വൈറ്റ് പൾപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ലിംഫോസൈറ്റ്, നമ്മുടെ സ്പ്ലീൻ എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലിംഫാറ്റിക് സിസ്റ്റവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഓർഗനാണ് അല്ലേ സ്പ്ലീൻ എന്ന് പറയുന്നത്. സ്പ്ലീനും ലിംഫ് നോഡുകളും ലിംഫാറ്റിക് വെസൽസും ചേർന്നതാണ് ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഈ സ്പ്ലീനിൻ്റെ മൈക്രോസ്കോപ്പിക് ഹിസ്റ്റോളജി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ 2 തരത്തിലുള്ള റീജിയൻ കാണാറുണ്ട്. ഒന്ന് വൈറ്റ് പൾപ്പ് എന്നും മറ്റൊന്ന് റെഡ് പൾപ്പ് എന്നുമാണ് പറയുന്നത്. ഈ വൈറ്റ് പൾപ്പിൻ്റെ പ്രത്യേകത ഇറ്റ് കണ്ടെയ്ൻ മോർ ലിംഫോസൈറ്റ്സ്. എന്നാൽ റെഡ് പൾപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ കാണപ്പെടുന്നത്? അവിടെ RBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ് എന്നാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇതുകൊണ്ടാണ് ഇതിനെ വൈറ്റ് പൾപ്പ് എന്നും റെഡ് പൾപ്പ് എന്നും പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു മറ്റൊരു കാര്യം കൂടി ഓർക്കേണ്ടത്, നമ്മുടെ ഈ ഒരു സ്പ്ലീൻ എന്ന് പറയുന്നത് എന്താണ് അറിയപ്പെടുന്നത്? നമ്മുടെ RBCയുടെ ശ്മശാന ഭൂമി അല്ലെങ്കിൽ ഗ്രേവ്യാർഡ് എന്നറിയപ്പെടുന്നതും സ്പ്ലീനാണ്. കാരണം നമ്മുടെ RBCയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 120 days ആണ്. 120 ദിവസം ഓരോ RBCയും ഉണ്ടായി 120 ദിവസം കഴിയുമ്പോൾ അത് വന്ന് ഡിഗ്രഡേഷൻ അല്ലെങ്കിൽ അത് മരണപ്പെടുന്നത് എവിടെയാണ്? ഈ ഒരു സ്പ്ലീനിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ എന്ത് പറയുന്നത്? ഗ്രേവ്യാർഡ് ഓഫ് RBC എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ RBC വന്ന് ചേരുന്ന ഈ ഒരു ഭാഗത്തിന് റെഡ് പൾപ്പ് എന്നും അല്ലാതെ ലിംഫോസൈറ്റ്സും കാണപ്പെടുന്ന ഈ ഭാഗത്തിന് വൈറ്റ് പൾപ്പ് എന്നും പറയുന്നു. അപ്പൊ ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി, സ്പ്ലീൻ. എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതുക. ഓപ്ഷൻ സി. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി, സ്പ്ലീൻ. അപ്പൊ ഇത് കൂടാതെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്പ്ലീന് പഠിക്കാനുണ്ട്. 5 മാർക്കിന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനും കൂടെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ഹാർട്ട് പറയുമ്പോൾ ഹാർട്ട് 10 മാർക്ക്, 5 മാർക്ക്, 2 മാർക്ക്, 1 മാർക്ക്, ഏത് രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് ഹാർട്ടും സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അത്രയും പ്രാധാന്യം കൊടുത്ത് തന്നെ ഇനി എക്സാം എഴുതുന്നവർ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ സ്പ്ലീനും 5 മാർക്ക്, മാക്സിമം 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് മൂന്നാമത്തെ MCQ നോക്കാം. തിക്കസ്റ്റ് ലെയർ ഇൻ ദ വാൾ ഓഫ് ആർട്ടറീസ്. അതും നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഒഴുകുന്നത് ആർട്ടറികളിലും വെയിനുകളിലും കൂടെയാണ്. എന്താണ് ഈ ആർട്ടറിയും വെയിൻ എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ബ്ലഡ് വെസൽസ്. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബ്ലഡ് വെസൽസ് ഉണ്ട് അല്ലേ നമ്മുടെ ശരീരത്തിൽ. നമ്മുടെ എല്ലാ ഭാഗത്തും, അതായത് തല മുതൽ കാൽ വിരൽ വരെയുള്ള എല്ലാ ശരീരഭാഗത്തും എന്ത് വേണം? ബ്ലഡ് സപ്ലൈ നമുക്ക് വേണം. അവിടെ പ്രോപ്പർ ന്യൂട്രീഷനും അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഓക്സിജനും ഒക്കെ നമുക്ക് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എനർജി വേണമെങ്കിൽ നമുക്ക് അവിടെ ബ്ലഡ് സപ്ലൈ കിട്ടണം. ഈ ബ്ലഡ് കിട്ടുന്നത് പലതരത്തിലുള്ള ആർട്ടറീസിലൂടെ ആണ്. ഈ ആർട്ടറീസിലൂടെ വരുന്ന ബ്ലഡ് തിരിച്ച് ഹാർട്ടിലോട്ട് പോകുന്നത് പലതരത്തിലുള്ള വെയിനുകളിലൂടെയും ആണ്. എന്നാൽ ഈ ആർട്ടറിയും വെയിനും നിർമ്മിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹിസ്റ്റോളജി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. അതായത് ഇതിനും രണ്ടിനും ഉള്ള ലെയേഴ്സ് 3 ലെയറുകളാണ് കാണപ്പെടുന്നത്. ആ 3 ലെയറുകളുടെയും പേരുകൾ ഒന്ന് തന്നെയാണ്. സ്ട്രക്ചറിലും ഏകദേശം ഒരുപോലെയാണ്, എന്നാൽ ചെറിയ ഡിഫറൻസ് അവിടെ വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇത് ആർട്ടറിയുടെ സ്ട്രക്ചറാണ്, ഇത് വെയിനിൻ്റെ സ്ട്രക്ചറാണ്. ആർട്ടറിയുടെ വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പുറമെ, ആർട്ടറി ആയാലും വെയിനായാലും 3 ലെയർ ഉണ്ട്. ഏറ്റവും പുറമെ ട്യൂണിക്ക എക്സ്റ്റേണ, മിഡിൽ ലെയർ ട്യൂണിക്ക മീഡിയ, ഏറ്റവും ഇന്നർ ലെയർ ട്യൂണിക്ക ഇൻറ്റിമ എന്നാണ് കാണപ്പെടുന്നത്. ഇതുപോലെ തന്നെയാണ് വെയിനിലും. ഏറ്റവും പുറമെയുള്ള ലെയർ ട്യൂണിക്ക എക്സ്റ്റേണ, മിഡിൽ ലെയർ ട്യൂണിക്ക മീഡിയ, ട്യൂണിക്ക ഇൻറ്റിമ, ഏറ്റവും ഉള്ളിൽ ലെയർ.
എന്നാൽ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആർട്ടറിയെ കുറിച്ചാണ്. ആർട്ടറിയിൽ അല്ലെങ്കിൽ ആർട്ടറീസിന്റെ വാളിൽ ഈ 3 ലെയറിലും ഏറ്റവും തിക്കസ്റ്റ്, വീതിയുള്ള, കട്ടിയുള്ള, തിക്കായിട്ടുള്ള ലെയർ ഏതാണ്? ട്യൂണിക്ക അഡ്വെന്റീഷ്യ ആണോ? അത് അഡ്വെന്റീഷ്യ എന്ന് പറഞ്ഞാൽ ഏറ്റവും പുറമേയുള്ള ലെയറിന് തന്നെ മറ്റൊരു പേരാണ്. അത് കഴിഞ്ഞാൽ ട്യൂണിക്ക ഇന്റിമ ഏറ്റവും മുകളിലുള്ള ലെയർ ആണോ? ട്യൂണിക്ക വാസ്കുലോസ അത് ഇതിലുള്ളതല്ല. അത് എവിടെ വരുന്നതാണ്? നമ്മുടെ വാസ്കുലോസ ലെയർ വരുന്നത് ടെസ്റ്റിസിലാണ്. നെക്സ്റ്റ് ട്യൂണിക്ക മീഡിയ, ഇത് ഏത് ലെയർ ആണ് എന്നാണ് ചോദിച്ചത്. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഇവിടെ നിങ്ങൾക്ക് ഈ പിക്ചർ കാണുമ്പോൾ തന്നെ അറിയാം, ഏറ്റവും തിക്കായിട്ടുള്ള ലെയർ മിഡിൽ ലെയർ ട്യൂണിക്ക മീഡിയ ആണ്. സോ കറക്റ്റ് ഓപ്ഷൻ, തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, ട്യൂണിക്ക മീഡിയ. ഓക്കെ, അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് കുറച്ചുകൂടി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നോക്കാം. അത് യൂഷ്വലി 2 മാർക്കിന് എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ആർട്ടറി ആൻഡ് വെയിൻ എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിൽ ഞാൻ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ ഓരോ അതിൻ്റെ ലെയറുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഫാക്ടേഴ്സിലാണ് അവിടെ ഒരു സിമിലാരിറ്റിയും ഡിസിമിലാരിറ്റിയും ഒക്കെ വരുന്നത്, ഡിഫറൻസും വരുന്നത്. അത് 2 മാർക്കിന് കണക്കാക്കി ഇവിടെ ഈ ഒരു ചാർട്ടിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തൊന്ന് വായിച്ചു നോക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതും പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതും ആണ്, ഒന്നുകൂടി നോട്ട് ചെയ്തോളൂ. 4th MCQ, ആക്സസറി പാൻക്രിയാറ്റിക് ഡക്ട് ഓപ്പൺസ് ഇൻടു, അതായത് എന്താണ് പാൻക്രിയാറ്റിക് ഡക്ട് എന്ന് പറയുന്നത്? പാൻക്രിയാസ്, ഈ പിക്ചറിൽ കാണുന്ന ഈ ഒരു ഓർഗനാണ് പാൻക്രിയാസ്. ഈ പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രീഷൻസ്, അതായത് എക്സോക്രൈൻ പാർട്ട്, എൻഡോക്രൈൻ പാർട്ടല്ല, എക്സോക്രൈൻ പാർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രീഷൻസ് അല്ലെങ്കിൽ എൻസൈംസ്, പാൻക്രിയാറ്റിക് ജ്യൂസ്, ഈ ഒരു പാൻക്രിയാറ്റിക് ഡക്ട് വഴിയാണ് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫ്ലോ ചെയ്യുന്നത്. ഇതാണ് ഈ ഒരു പാൻക്രിയാറ്റിക് ഡക്ട് എന്ന് പറയുന്നത്. നമ്മുടെ പാൻക്രിയാസിന് ഹെഡ് എന്നുള്ള പാർട്ടുണ്ട്, ബോഡി എന്ന് പറയുന്ന പാർട്ടുണ്ട്, ടെയിൽ എന്ന് പറയുന്ന പാർട്ടുണ്ട്. എക്സ്പെഷ്യലി ടെയിലാണ് നമ്മുടെ ബീറ്റ സെൽസും ആൽഫ സെൽസും കാണപ്പെടുകയും അവിടെ ഇൻസുലിനും ഗ്ലൂക്കാഗോണും പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ ഷുഗർ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത്. എന്നാൽ ഇതിൻ്റെ എക്സോക്രൈൻ പാർട്ട്, ബോഡി ഓഫ് ദ പാൻക്രിയാസ് അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ പാൻക്രിയാസിലാണ് എക്സോക്രൈൻ ഫങ്ഷൻസ് വരുന്നത്. ഇവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ എൻസൈംസ് എല്ലാം പാൻക്രിയാറ്റിക് ജ്യൂസായി മാറി ഈ ഒരു പാൻക്രിയാറ്റിക് ഡക്റ്റിലെത്തുന്നു. എന്നാൽ ഈ ഡക്റ്റ് ഇവിടെ എവിടെ ആണ് ഓപ്പൺ ആകുന്നത്? നമ്മുടെ ഇൻഡസ്റ്റൈൻ്റെ, സ്മോൾ ഇൻഡസ്റ്റൈനുള്ളിലോട്ടാണ് ഇത് ഓപ്പൺ ആകുന്നത്. കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡ് സ്റ്റൊമക്കിലൂടെ വന്ന് അവിടെ നിന്ന് ഡിയോഡിനത്തിനുള്ളിലോട്ട്, അതായത് നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈൻ്റെ ഫസ്റ്റ് പാർട്ടിലോട്ട് എൻ്റർ ആകുമ്പോൾ അവിടെ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നു? ഈ പാൻക്രിയാറ്റിക് ജ്യൂസ് സഹായിക്കുന്നു. അപ്പോൾ ആ സമയത്ത് ആ ഫുഡ് അവിടെ ഡിയോഡിനത്തിൽ എത്തുമ്പോൾ പാൻക്രിയാറ്റിക് ജ്യൂസ് ഇവിടെ നിന്ന് ഡിയോഡിനത്തിൽ എത്തണം. അപ്പോൾ ഈ ഡിയോഡിനത്തിൽ ഈ ഒരു പാൻക്രിയാറ്റിക് ഡക്ട് ഓപ്പൺ ചെയ്യുന്ന ആ സ്പേസിനെ, ആ ഒരു ഓപ്പണിങ്ങിനെ എന്ത് പറയുന്നു? ഡിയോഡിനൽ പാപ്പില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സാധാരണ കുട്ടികൾ പെട്ടെന്ന് ഇപ്പം തന്നെ നിങ്ങൾ ആൻസർ ചെയ്തിട്ടുള്ളവർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, പാൻക്രിയാറ്റിക് ഡക്ട് എന്ന് കണ്ട ഉടനെ കയറി അവിടെ ആൻസർ മേജർ ഡിയോഡിനൽ പാപ്പില്ല എന്നെഴുതി വെച്ചവരുണ്ടാകും. എന്നാൽ അത് തെറ്റാണ് ഈ ക്വസ്റ്റ്യനിൽ. കാരണം നിങ്ങൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആക്സസറി പാൻക്രിയാറ്റിക് ഡക്റ്റാണ്. ഇവിടെ പാൻക്രിയാസിനുള്ളിൽ സിംഗിളായിട്ട് വരുന്ന പാൻക്രിയാറ്റിക് ഡക്ട് നമ്മുടെ ഡിയോഡിനത്തിനുള്ളിൽ എൻ്റർ ചെയ്യുന്നതിന് മുന്നേ, കുറച്ച് മുന്നേ ആയിട്ട് ഇത് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് കോമൺ പാൻക്രിയാറ്റിക് ഡക്റ്റായിട്ട് ഇവിടെ വരുന്നു, ഒന്നൊരു ചെറിയ ബ്രാഞ്ച് മുകളിലോട്ട് പോകുന്നുണ്ട്. ഈ മുകളിലൂടെ പോകുന്ന ഈ ചെറിയ പാൻക്രിയാറ്റിക് ഡക്റ്റിനെയാണ് ആക്സസറി പാൻക്രിയാറ്റിക് ഡക്ട് എന്ന് പറയുന്നത്. അതും ഡിയോഡിനത്തിൽ തന്നെ സ്റ്റൊമക്കിൽ നിന്ന് അടുത്ത് അവിടെ ഡിയോഡിനം തുടങ്ങുന്ന ഭാഗത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് പോർഷനിൽ ഒരു ചെറിയ ഹോളായിട്ട് അതവിടെ ഓപ്പൺ ആകുന്നുണ്ട്. അടുത്ത് നമ്മുടെ ഈ ഒരു വലിയ പാൻക്രിയാറ്റിക് ഡക്ട് ഇവിടെ കോമൺലി ഓപ്പൺ ആകുന്നുണ്ട്. ഇങ്ങനെ 2 ഓപ്പണിങ് ഇവിടെ വരുന്നുണ്ട്. ഇതിനെ 2നെയും ഡിയോഡിനൽ പാപ്പില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇതിൽ ഒന്ന് മേജറും ഒന്ന് മൈനറുമാണ്. ഈ മെയിൻ പാൻക്രിയാറ്റിക് ഡക്ട് ഓപ്പൺ ചെയ്യുന്ന ഈ 2ാമത്തെ വലിയ ഡിയോഡിനൽ പാപ്പില്ലയെ മേജർ ഡിയോഡിനൽ പാപ്പില്ല എന്ന് പറയുന്നു, മേജർ. എന്നാൽ ഈ ആക്സസറി പാൻക്രിയാറ്റിക് ഡക്ട് ഒന്ന് ഓപ്പൺ ചെയ്യുന്ന ഇതിനെ മൈനർ ഡിയോഡിനൽ പാപ്പില്ല എന്നാണ് പറയുന്നത്. സോ ഹിയർ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി, മൈനർ ഡിയോഡിനൽ പാപ്പില്ല. ശ്രദ്ധിച്ച് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഇത് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടാകും.
മേജറും മൈനറും. ആക്സസറി എന്നുള്ള വേർഡ് വന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടോ. ബാക്കിയുള്ള 2 പാപ്പില്ലയും പറഞ്ഞത് എവിടെയുള്ളതാണിത്? ഫ്യൂഞ്ചിഫോം പാപ്പില്ലയും സർക്കംവലറ്റ് പാപ്പില്ലയും ടങ്കിൽ കാണപ്പെടുന്നതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയും ചില മിസ്റ്റേക്സ് എക്സാമിന് കുട്ടികൾ വരുത്താറുണ്ട്. കാരണം ഒരു വേർഡ്, ക്വസ്റ്റ്യനിലുള്ള ഏതെങ്കിലും പരിചിതമായിട്ടുള്ള ഒരു വേർഡ് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് അതിൻ്റെ ആൻസർ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് വേർഡ് ബൈ വേർഡ് ആയിട്ട് മീനിങ് മനസ്സിലാക്കി വായിക്കാതെ ചാടി കയറി ആൻസർ എഴുതും. പക്ഷെ പിന്നീട് നമുക്കത് റിവൈസ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുണ്ടാവില്ല. ക്ലാസ് എക്സാം പേപ്പർ സബ്മിറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ തിരിച്ചറിയുന്നത് ആ ക്വസ്റ്റ്യൻ കറക്റ്റ് അല്ലായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ അർത്ഥമല്ലായിരുന്നു അതിനുള്ളതെന്ന്. അപ്പം അതുപോലുള്ള മിസ്റ്റേക്സ് വരുത്താതിരിക്കാം. നെക്സ്റ്റ് 5th MCQ. All of the following structures form stomach bed except. സ്റ്റൊമക് ബെഡ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റൊമക്കിന് കിടക്കാനുള്ള ബെഡ് ഉണ്ടോ? ഇല്ല. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും വലിയ ഓർഗൻസുകളിൽ ഒന്നാണ് സ്റ്റൊമക്ക്. ഏറ്റവും വലിയ ഓർഗൻ ലിവറാണ്. എന്നാൽ അതുപോലെ ഏകദേശം അതുപോലെ വലിപ്പമുള്ള മറ്റൊരു ഓർഗനാണ് സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ എംപ്റ്റി ആയിട്ടുള്ള സ്റ്റൊമക്ക് വളരെ ചെറുതും എന്നാൽ ആഹാരം നിറയുന്നതിനനുസരിച്ച് സ്റ്റൊമക്ക് വലുതാവുകയും ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ മുകൾ ഭാഗത്തായി കാണപ്പെടുന്ന ഈ സ്റ്റൊമക്കിനെ അവിടെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് സ്ട്രക്ചറുകളുണ്ട്. അപ്പം ആ സ്ട്രക്ചറുകൾ ഏതൊക്കെ എന്ന് നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ ഈ താഴെ പറയുന്നതിൽ ഏതാണ് ഈ ഒരു സ്റ്റൊമക്കിനെ സപ്പോർട്ട് ചെയ്യാത്തത് എന്ന ഈ ഒരു ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കൂ, ഓൾ ഓഫ് ദ ഫോളോയിങ് സ്ട്രക്ചേഴ്സ് ഫോം സ്റ്റൊമക് ബെഡ് എക്സെപ്റ്റ് എന്നുള്ള വേർഡ് ശ്രദ്ധിക്കാതിരുന്നാൽ കുട്ടികൾ അവിടെ പെട്ടെന്ന് കയറി പാങ്ക്രിയാസ് എന്നുള്ളൊരു ആൻസർ അവിടെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ബാക്കിയുള്ളതൊന്നും വലിയ ഐഡിയ ഇല്ല എന്ന് വിചാരിച്ചിട്ട് ബോഡി ഓഫ് പാങ്ക്രിയാസ് എന്ന് എഴുതാം. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? സ്റ്റൊമക് ബെഡിൽ വരാത്തതേത് എന്നാണ്. സോ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ബോഡി ഓഫ് പാങ്ക്രിയാസ്, ഓപ്ഷൻ ബി സ്പ്ലീനിക് ആർട്ടറി, ഓപ്ഷൻ സി റൈറ്റ് ക്രസ് ഓഫ് ഡയഫ്രം, ഓപ്ഷൻ ഡി ട്രാൻസ്വേഴ്സ് മീസോകോളൻ. അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, ഇതാണ് ഇവിടെ ഈ ഒരു ഡോട്ടഡ് ആയിട്ട് വരച്ചിരിക്കുന്നത് നമ്മുടെ സ്റ്റൊമക്ക് ആണ്. സ്റ്റൊമക്കിനെ താങ്ങി നിർത്തുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന എന്തൊക്കെ സ്ട്രക്ചർ? ഇതാണ് പാങ്ക്രിയാസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ സ്പ്ലീനിക് ആർട്ടറി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോഡി ഓഫ് പാങ്ക്രിയാസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോഡി ഓഫ് പാങ്ക്രിയാസ് സ്പ്ലീനിക് ആർട്ടറി കഴിഞ്ഞു. നെക്സ്റ്റ് ട്രാൻസ്വേഴ്സ് മീസോകോളൻ. ഓക്കെ, ട്രാൻസ്വേഴ്സ് മീസോകോളനും ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ റൈറ്റ് ക്രസ് ഓഫ് ഡയഫ്രം വന്നില്ല. ഡയഫ്രത്തിന്റെ ലെഫ്റ്റ് ക്രസ് ആണ് നമ്മുടെ ഈ ഒരു സ്റ്റൊമക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിൽ വരുന്നത്. ലെഫ്റ്റ് സൈഡാണ് വരുന്നത്. എന്നാൽ റൈറ്റ് ക്രസ് ഓഫ് ഡയഫ്രം ഇവിടെ വരുന്നില്ല. സോ ഇത് എക്സെപ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ കറക്റ്റ് ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ സി റൈറ്റ് ക്രസ് ഓഫ് ഡയഫ്രം. ഇറ്റ് ഈസ് നോട്ട് സപ്പോർട്ടിങ് സ്റ്റൊമക്ക്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഫോമിങ് സ്റ്റൊമക് ബെഡ്. സോ 5 ക്വസ്റ്റ്യൻ ഈസി ആയിരുന്നില്ല. ഈസി ആയിട്ട് കൃത്യമായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്ക് ഈസി ആയിട്ട് നേടാൻ പറ്റത്തില്ലേ? നെക്സ്റ്റ് 6ാമത്തെ ക്വസ്റ്റ്യൻ. ഹോർമോൺ സെക്രീറ്റഡ് ബൈ പാർസ് ആന്റീരിയർ ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഓർ മാസ്റ്റർ ഗ്ലാൻഡ് നമ്മുടെ ശരീരത്തിൽ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു സിസ്റ്റമാണ്. നെർവസ് സിസ്റ്റം പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ബോഡി ഓർഗൻ സിസ്റ്റമാണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. ശരീരത്തിലെ എല്ലാ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുന്നതിന് നമുക്ക് ഹോർമോൺ വേണം. ആ ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ സെക്രീറ്റ് ചെയ്യുന്നത് ഗ്ലാൻഡുകളാണ്. അതും മോസ്റ്റ് ഓഫ് ദം ആർ ഡക്ട്ലെസ് ഗ്ലാൻഡ്, അതായത് ബ്ലഡിലോട്ടാണ് ഡയറക്റ്റ്ലി ഈ ഹോർമോൺസ് എല്ലാം സെക്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ എൻഡോക്രൈൻ സിസ്റ്റം അല്ലെങ്കിൽ ഡക്ട്ലെസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. നമ്മുടെ തലയിൽ തുടങ്ങി ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്നിവ തുടങ്ങി ഗൊണാഡ്സ് വരുന്ന ശരീരത്തിൽ ഒരുപാട് ഗ്ലാൻഡുകളുണ്ട്. അവ ഒരുപാട് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഓരോ ഹോർമോൺസും ഓരോ ഓർഗൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളതും ഓരോ ഫങ്ഷൻസ് അതിനുണ്ട്. എന്നാൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കുറിച്ചാണ്. എന്താണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്? നമ്മുടെ ബ്രെയിനിനിടയിലായിട്ട് ഹൈപ്പോതലാമസിന് തൊട്ട് താഴെയായിട്ട് ഒരു പയറിൻ്റെ മാത്രം വലിപ്പമുള്ള ഒരു ഗ്ലാൻഡ്, ഒരു പയറുമണിയുടെ അത്ര മാത്രം വലിപ്പമുള്ള ഒരു ഗ്ലാൻഡ്, അതിനെയാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഈ ചെറിയ ഗ്ലാൻഡിൽ തന്നെ 2 സെക്ഷൻസ് വരുന്നു. ഒന്ന് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി,
മറ്റൊന്ന് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. ഇതിനിടയിലുള്ള ഭാഗത്തിനെ ഇന്റർമീഡിയറ്റ് സ്പേസ് എന്നും പറയാറുണ്ട്. അപ്പോൾ അത് അത്രയും കോമൺ ആയിട്ട് എല്ലാ ടെക്സ്റ്റ് ബുക്കുകളിലും മെൻഷൻ ചെയ്യാറില്ല, എന്നാലും അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പാഴ്സ് ആൻറ്റീരിയർ, പാഴ്സ് പോസ്റ്റീരിയർ, പാഴ്സ് മീഡിയസ്, ഇങ്ങനെ 3 രീതിയിലാണ് ഇത് പറയുന്നത്. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി, ഇതിനിടയിലുള്ള ഭാഗം ഇന്റർമീഡിയസ്. ഇതിൽ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കുറേ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അവിടെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, പകരം ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 ഹോർമോൺസിനെ അവിടെ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ആണ് പാഴ്സ് ആൻറ്റീരിയർ എന്ന് പറയുന്നത്. ഇന്റർമീഡിയറ്റ് സ്പേസിനെ പാഴ്സ് ഇന്റർമീഡിയസ് എന്നും പോസ്റ്റീരിയറിനെ പാഴ്സ് പോസ്റ്റീരിയർ എന്നും പറയാറുണ്ട്. അപ്പൊ ഈ ഒരു പാഴ്സ് എന്നുള്ള പേര് കേട്ടപ്പോൾ അയ്യോ ഇത് ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ എന്ന് ചിന്തിച്ചവരുണ്ടാകും. അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. പാഴ്സ് ആൻറ്റീരിയർ മീൻസ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹോർമോൺ സെക്രീറ്റഡ് ബൈ പാഴ്സ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഓഫ് ഗ്ലാൻഡ് എന്നാണ്. അപ്പൊ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? ഓപ്ഷൻ എ ഓക്സിറ്റോസിൻ, ഓപ്ഷൻ ബി ഗ്രോത്ത് ഹോർമോൺ, ഓപ്ഷൻ സി വാസോപ്രസിൻ, ഓപ്ഷൻ ഡി മെലനോസൈറ്റ് സ്റ്റിമുലേറ്റീവ് ഹോർമോൺ. ഈ ഒരു പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ ഹോർമോൺസും കാണാൻ പറ്റും. ഓക്സിറ്റോസിനും വാസോപ്രസിനും, വാസോപ്രസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് അതർ നെയിം ഓഫ് ADH. ഓക്സിറ്റോസിനും ADH അല്ലെങ്കിൽ വാസോപ്രസിൻ എന്ന് പറയുന്നത് 2 ഹോർമോൺസ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലുള്ളതാണ്. സോ ഇത് രണ്ടും നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ അല്ല. ഇനി മെലനോസൈറ്റ് സ്റ്റിമുലേറ്റീവ് ഹോർമോൺ, ഇവിടെ നോക്കും. മെലനോസൈറ്റ് സ്റ്റിമുലേറ്റീവ് ഹോർമോൺ എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഫ്രം ഇന്റർമീഡിയസ്. നമ്മുടെ ആൻറ്റീരിയർ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിക്ക് ഇടയിലുള്ള ഈ ഒരു ഭാഗത്ത് നിന്നാണ് മെലനോസൈറ്റ് സ്റ്റിമുലേറ്റീവ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അതും ഇതിൻ്റെ ആൻസർ അല്ല. എന്നാൽ ഗ്രോത്ത് ഹോർമോൺ എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നാണ് ഗ്രോത്ത് ഹോർമോൺ. അവിടെ ഗ്രോത്ത് ഹോർമോൺ മാത്രമല്ല, ഒരുപാട് ഹോർമോൺസ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാണ് ഗ്രോത്ത് ഹോർമോൺ. സോ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി ഗ്രോത്ത് ഹോർമോൺ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാൻഡാണ്. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, ഏത് രീതിയിലും ക്വസ്റ്റ്യൻസ് വരാവുന്ന, അനാട്ടമിയിലും ഫിസിയോളജിയിലും ക്വസ്റ്റ്യൻസ് വരാവുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് ഇത്. അപ്പോൾ ഇത്രയുമാണ് 6 ക്വസ്റ്റ്യൻസ്, 6 MCQs. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന 6 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചില്ല എങ്കിൽ മിസ്റ്റേക്സുകൾ വരുത്താറും അതിനുള്ള ചാൻസും കൂടുതലാണ്. സോ അതുകൊണ്ട് ഇനി എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സ്വയമാണ് പഠിക്കുന്നതെങ്കിൽ എപ്പോഴും വായിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട്, അതായത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് 5 മാർക്കിനോ 10 മാർക്കിനോ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എഴുതാൻ ഒരുപാട് കാര്യങ്ങൾ അറിയാമായിരിക്കും. പക്ഷേ അതിൽ നിന്നൊരു സ്പെസിഫിക് പോയിന്റ് 1 മാർക്കിന് ചോദിച്ചാൽ ഈസി ആയിട്ട് 1 മാർക്ക് നേടാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് കൃത്യമായിട്ട് എഴുതണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വായിച്ച് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ പാർട്ട്, ക്വസ്റ്റ്യനിൽ തന്നെ രണ്ടാമത്തെ സെഷൻ എന്ന് പറയുന്നത് 6 MCQ കഴിഞ്ഞു, 6 മാർക്ക് നമുക്ക് അവിടെ കിട്ടി. ഇനി രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. എൻഡോക്രൈൻ സിസ്റ്റത്തിൽ തന്നെ ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, അതായത് നമ്മുടെ ട്യൂഷന് ചേർന്നിരുന്ന കുട്ടികൾക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന് ഞാൻ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള, എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെ മെയിനായിട്ട് കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഒന്നായിരുന്നു തൈറോയ്ഡ് ഗ്ലാൻഡ്. അത് തന്നെയാണ് എക്സാമിന് ചോദിച്ചത്. അപ്പോൾ എസ്സേ ചോദിക്കുമ്പോൾ 10 മാർക്കിനാണ് എസ്സേ. നിങ്ങൾക്ക് അനാട്ടമിയിൽ ഒരേ ഒരു എസ്സേ ഉള്ളൂ. അവിടെ 10 മാർക്കിന് ആ എസ്സേ കൃത്യമായിട്ട് എഴുതണം. അവിടെ എത്ര പേജാണോ നിങ്ങൾക്ക് എഴുതാൻ തന്നിരിക്കുന്നത്, 5 പേജാണെങ്കിൽ അത്രയും. അതല്ല നിങ്ങൾക്ക് അവിടെ 6 പേജ് എഴുതാൻ പറ്റുമെങ്കിൽ, അതിനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ അത്രയും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളിത് എഴുതണം. ഓരോ ക്വസ്റ്റ്യനും സ്പേസ് ചില യൂണിവേഴ്സിറ്റികളിൽ ബുക്ക്ലെറ്റിനകത്ത് കൃത്യമായിട്ട് ഇത്ര പേജസ് എഴുതണമെന്ന് എഴുതിയിട്ടുണ്ടാവും ഓരോ ക്വസ്റ്റ്യന്. അങ്ങനെയാണെങ്കിൽ അത്രയും സ്പേസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് തന്നെ എഴുതുക. നിങ്ങളുടെ അക്ഷരം വലുതാണെങ്കിൽ നിങ്ങളൊന്ന് ചെറുതാക്കി എഴുതാം. കണ്ടന്റും കൂടെ നമുക്ക് അവിടെ വേണം, പേജുകൾ മാത്രം നിറച്ചാൽ പോരാ. ഇവിടെ നോക്കൂ എങ്ങനെയാണ് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. എപ്പോഴും 10 മാർക്കിൻ്റെ എസ്സേക്ക് 2 പാർട്ട്, മിനിമം 2 പാർട്ട് ക്വസ്റ്റ്യനിലുണ്ടാകും, അല്ലെങ്കിൽ 3 പാർട്ട് ക്വസ്റ്റ്യനിലുണ്ടാകും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നെയിം എനി 4 എൻഡോക്രൈൻ ഓർഗൻസ് ഓർ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്, ഡിസ്ക്രൈബ് തൈറോയ്ഡ് ഗ്ലാൻഡ് ഇൻ ഡീറ്റെയിൽ. അപ്പോൾ എൻഡോക്രൈൻ ഓർഗൻസ് അല്ലെങ്കിൽ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ നമ്മുടെ ഗ്ലാൻഡുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ട്, ഹൈപ്പോതലാമസ് ഉണ്ട്, തൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ട്, പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ട്, പാൻക്രിയാസ് ഉണ്ട്, അഡ്രിനൽ ഗ്ലാൻഡ് ഉണ്ട്, ഗൊണാഡ്സ് ഉണ്ട്, ഓവറി
ഗൊണാഡ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഗ്ലാൻഡുകൾ നമ്മുടെ ശരീരത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരുപാട് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ചോദിക്കുക എൻഡോക്രൈൻ ഓർഗൻസിൻ്റെ 4 ഓർഗൻസ് എഴുതാനാണ്. അപ്പോൾ ഡയറക്റ്റ്ലി നിങ്ങൾ എൻഡോക്രൈൻ ഓർഗൻസ് എഴുതാതെ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നെങ്കിൽ എസ്സേ ആണ്. അവിടെ ഇൻട്രൊഡക്ഷൻ, എൻഡോക്രൈൻ സിസ്റ്റത്തിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ അവിടെ എഴുതണം. എന്താണ് എൻഡോക്രൈൻ സിസ്റ്റം, അത് എന്തിനു വേണ്ടിയിട്ടാണ് എൻഡോക്രൈൻ സിസ്റ്റം, എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ അബ്നോർമാലിറ്റീസ്, എന്തൊക്കെ പ്രോബ്ലംസിലോട്ട് പോകാം, ഇതിനെ വെച്ചിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ എഴുതുന്നു. ഹിയർ ഐ എം ഗോയിങ് ടു അല്ലെങ്കിൽ ലിസ്റ്റ് ഡൗൺ സം എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഇൻ അവർ ബോഡി എന്ന് പറഞ്ഞിട്ട് 1, 2, 3, 4 4 ചോദിച്ചതെങ്കിലും 5, 6, 7 അറിയാവുന്ന എല്ലാ ഗ്ലാൻഡുകളും അവിടെ നിങ്ങൾ എഴുതുക. അപ്പോൾ ഇവിടെ ഈ ഒരു ഫസ്റ്റ് പാർട്ടിൻ്റെ ക്വസ്റ്റ്യന് 10 മാർക്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 3 മാർക്കായിരിക്കും പറഞ്ഞിരിക്കുന്നത്. ഈ 3 മാർക്ക് നിങ്ങൾക്ക് അതുപോലെ 3 മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ എഴുതാം. ഇതല്ലാതെ 4 എൻഡോക്രൈൻ ഗ്ലാൻഡ് മാത്രം ലിസ്റ്റ് ഡൗൺ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു 3 മാർക്ക് അവിടെ ആരും തരത്തില്ല, ഞാനും തരത്തില്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് ഇതുപോലെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് ആ ഗ്ലാൻഡുകളെല്ലാം, അതിനുശേഷം ബി പാർട്ട് ക്വസ്റ്റ്യൻ. അടുത്ത് ഡിസ്ക്രൈബ് തൈറോയ്ഡ് ഗ്ലാൻഡ്. ഇതിൽ നമ്മൾ എഴുതിയ ഒരു ഗ്ലാൻഡ് ആയിരുന്നു തൈറോയ്ഡ് ഗ്ലാൻഡ്. ആ തൈറോയ്ഡ് ഗ്ലാൻഡ് എന്താണെന്ന് എഴുതുക. ഹിയർ ഐ എം ഗോയിങ് ടു ഡീറ്റെയിലി എക്സ്പ്ലെയിൻ അബൌട്ട് തൈറോയ്ഡ് ഗ്ലാൻഡ്. എന്നിട്ട് ഈ തൈറോയ്ഡ് ഗ്ലാൻഡിനെ കുറിച്ചൊരു വിശദീകരണം അവിടെ കൊടുക്കുക. അതിനൊരു ഇൻട്രൊഡക്ഷൻ. തൈറോയ്ഡ് ഗ്ലാൻഡ് എന്താണ്, എവിടെയാണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് പറഞ്ഞ് ഒരു 4-5 സെന്റൻസ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തതിന് ശേഷം ഒരു പേജ്, ഒരു 1/4 ഭാഗം വരത്തക്ക, മിനിമം ഹാഫ് പേജ് എങ്കിലും വരത്തക്ക രീതിയിൽ ഈ എൻഡോക്രൈൻ ഗ്ലാൻഡിന്റെ പിക്ചർ നിങ്ങൾ വരയ്ക്കുക. ഇപ്പൊ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് പിക്ചർ വരയ്ക്കാൻ പറ്റണമെന്നില്ല, ഇതുപോലെ ഒന്നും വരയ്ക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ട്രക്കിയ വരയ്ക്കുന്നു, അതിൽ തൈറോയ്ഡ് ഗ്ലാൻഡ് ഇരിക്കുന്ന പിക്ചർ കൃത്യമായിട്ട് ആ ലോബുകളും, റൈറ്റ് ലോബും ലെഫ്റ്റ് ലോബും ഇസ്തുമസ്തും വരത്തക്ക രീതിയിൽ എന്ത് ചെയ്യുക, ഗ്ലാൻഡ് വരയ്ക്കുക. ഇതാണ് ഈ ഒരു പിക്ചറിൽ, ഇവിടെയാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് കാണുന്നത്. ഇത് ലാരിങ്സിന്റെ ഭാഗമാണ്. ഇതാണ് തൈറോയ്ഡ് ഗ്ലാൻഡ്. ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് ഇങ്ങനെ കൃത്യമായിട്ടിരിക്കുന്നു. നമ്മുടെ ട്രക്കിയൽ റിങ്സ്, അതിൻ്റെ മുകളിൽ ലാരിങ്സും ഇരിക്കുന്ന രീതിയിൽ ഇങ്ങനെ വരച്ചിട്ട് ഇതിൻ്റെ പാർട്സുകൾ നിങ്ങൾ അടയാളപ്പെടുത്തുക. പിക്ചർ നല്ല ക്ലിയർ ആയിട്ട് വരയ്ക്കണം. ഒരുപാട് ചന്തം കൂട്ടണമെന്നല്ല ഞാൻ അവിടെ പറയുന്നത്. ജസ്റ്റ് ഒരു ക്ലാരിറ്റി ആ ഒരു പിക്ചറിന് അവിടെ ഉണ്ടായിരിക്കണം. കാരണം നമുക്ക് പിക്ചർ വരയ്ക്കാനുള്ള കഴിവ് കൂടുന്നത് കൊണ്ട് നമ്മൾ നഴ്സിംഗിൽ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകുന്നില്ല. ഇവിടെ ടീച്ചർ നോക്കുന്നത് നിങ്ങൾക്ക് ആ പാർട്ട് എങ്ങനെയാണ് ഇരിക്കുന്നത്, എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ പാർട്ടുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ, ഇത് മാത്രമേ അവർക്ക് നോക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അവർ അത് മാത്രമേ നോക്കത്തുമുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ വരച്ചത് ട്രക്കിയാണ്. അപ്പോൾ ട്രക്കിയ അടയാളപ്പെടുത്തുക. അതിൽ ട്രക്കിൽ റിങ്സ് നമ്മൾ വരച്ചു, അതിന് ട്രക്കിൽ കാർട്ടിലേജ് അല്ലെങ്കിൽ ട്രക്കിൽ റിങ്സ് എന്ന് അടയാളപ്പെടുത്തുക. നെക്സ്റ്റ് അതിൽ നമ്മുടെ മുകളിൽ ലാരിങ്സ് വരച്ചു, അതിന് ലാരിങ്സ് എന്നും അടയാളപ്പെടുത്തുക. അത് കഴിഞ്ഞാൽ താഴെ നമ്മൾ തൈറോയ്ഡ് ഗ്ലാൻഡ് വരച്ചു, തൈറോയ്ഡ് ഗ്ലാൻഡ് അടയാളപ്പെടുത്തുക. തൈറോയ്ഡ് ഗ്ലാൻഡിൽ റൈറ്റ് ലോബ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ്, ലെഫ്റ്റ് ലോബ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ്, സെൻട്രൽ പാർട്ട് ഇസ്തമസ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ്. ഇത്രയും ഭാഗമെങ്കിലും മിനിമം നിങ്ങൾ അവിടെ വരയ്ക്കുക. അത് കൃത്യമായിട്ട് അത് വരയ്ക്കുമ്പോൾ അടയാളപ്പെടുത്തുമ്പോൾ ഒന്നുകിൽ ഒരു സൈഡിൽ മാത്രമായിട്ട് ഇതുപോലെ അടയാളപ്പെടുത്തുക, അതല്ല 2 സൈഡിലും അടയാളപ്പെടുത്തുകയാണെങ്കിലും അതൊരു ഒരേ ഒരു ലൈൻ, ഇവിടെ കണ്ടോ ഈ വരകളെല്ലാം വന്ന് എൻഡ് ചെയ്തിരിക്കുന്ന ഒരേ ലെവലിലാണ്, ഇതേ രീതിയിൽ തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. അങ്ങനെ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ പിക്ചറിന് കൃത്യമായിട്ട് 2 മാർക്ക് അവരവിടെ ഇടും. ബാക്കിയുള്ളത് 7 മാർക്കാണ്. അതിൽ 2 മാർക്ക് ആ പിക്ചറിന് നിങ്ങൾക്ക് അവിടെ തരും. അവിടെ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾ കൊടുത്തു, ആ പിക്ചറും വരച്ചു, 2 മാർക്ക് കിട്ടും. ബാക്കി 5 മാർക്ക്. ഈ 5 മാർക്കിന് നിങ്ങൾ ഇവിടെ എന്തൊക്കെയാണോ നിങ്ങൾ ഈ ഒരു തൈറോയ്ഡ് ഗ്ലാൻഡിനെ കുറിച്ച് പഠിച്ചത് അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. അതെല്ലാം കൂടെ ഒരു പാരഗ്രാഫായിട്ട് എഴുതാനല്ല. എന്താണോ തൈറോയ്ഡ് ഗ്ലാൻഡ്, അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, അതെവിടെയാണ് കാണപ്പെടുന്നത്, അതിൻ്റെ പ്രാധാന്യം എന്താണ്, അത് നിങ്ങളൊരു പാരഗ്രാഫ് കൊടുക്കുന്നു. അടുത്തത് സിറ്റുവേഷൻ ആൻഡ് എക്സ്റ്റെൻഡ്. അതായത് ഞാൻ ഈ പറയുന്ന ഇതേ രീതിയിലേ നിങ്ങൾ എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ എന്നൊന്നുമില്ല. ഏത് ടെക്സ്റ്റ് ബുക്കാണോ നിങ്ങൾ റെഫർ ചെയ്ത് പഠിച്ചത് ആ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ എന്തൊക്കെയാണോ പഠിച്ചത് അത് ആ ഓരോ സബ് ഹെഡിങ്സ് കൊടുത്ത് എല്ലാം കൂടെ ഒരുമിച്ച് എഴുതാതെ ഫസ്റ്റ് തൈറോയ്ഡ് ഗ്ലാൻഡ്, അടുത്ത സിറ്റുവേഷൻ ആൻഡ് എക്സ്റ്റെൻഡ്, അത് കഴിഞ്ഞാൽ ഡയമെൻഷൻ ആൻഡ് വെയിറ്റ്, തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ മെഷർമെൻറ്റ്, പിന്നെ അതിൻ്റെ വെയിറ്റ്, പിന്നെ എപ്പോഴൊക്കെയാണ് അതിൻ്റെ വെയിറ്റ് കൂടുകയും കുറയുകയും വരുന്നത് അതെല്ലാം ഉൾപ്പെടുത്തി ഡയമെൻഷൻ ആൻഡ് വെയിറ്റ് അത് ഹെഡിങ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ വായിക്കണമെങ്കിൽ ഒന്ന് ജസ്റ്റ് വീഡിയോ പോസ് ചെയ്ത് വായിക്കാം. പക്ഷേ ഇതെല്ലാം ഇപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയമില്ല. ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ എടുത്ത് തന്നിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇനി ഇതുപോലുള്ള നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ വേണം എന്നുള്ളവർക്ക് തുടർന്നുള്ള എല്ലാ സെമ്മിൻ്റെയും ക്ലാസ് അവൈലബിൾ ആണ്.
താല്പര്യമുള്ളവർക്ക് ട്യൂഷന് ജോയിൻ ചെയ്യാം. ഫസ്റ്റ് സെം മുതൽ 6th സെം വരെയുള്ള എല്ലാ സെമ്മിൻ്റെയും ക്ലാസ് ഇപ്പോൾ ഓൺഗോയിങ് ആണ്. ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണ്. അതല്ല ഫ്രീ ക്ലാസ്സുകൾ കണ്ട് പഠിക്കാനാണെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ സബ് ഹെഡിങ്സ് കൊടുക്കുക. നെക്സ്റ്റ് തൈറോയിഡിനെ കുറിച്ച് പറയുമ്പോൾ ക്യാപ്സ്യൂൾസ്, തൈറോയിഡിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് ക്യാപ്സ്യൂൾസ് ഓഫ് തൈറോയിഡ്. അതിൽ തന്നെ ട്രൂ ക്യാപ്സ്യൂളും ഫാൾസ് ക്യാപ്സ്യൂളും ഒരു 2 മാർക്കിൻ്റെ ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനും കൂടെയാണ് ട്രൂ ക്യാപ്സ്യൂളും ഫോൾസ് ക്യാപ്സ്യൂളും തമ്മിൽ ഡിഫറൻസ് ബിറ്റ്വീൻ. നെക്സ്റ്റ് തൈറോയിഡ് ഗ്ലാൻഡിനും എപ്പെക്സ്, ഓരോ ലോബിനും എപ്പെക്സ് ഉണ്ട്, ബേസ് ഉണ്ട്, 3 സർഫസ് ഉണ്ട്, 2 ബോർഡറുകളുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ വിശദീകരിക്കാം. അറിയത്തില്ല എങ്കിൽ ഷോർട്ടായിട്ട് എന്തൊക്കെയാണോ അറിയാവുന്നത് അത് വിശദീകരിക്കാം. ഓരോ സർഫസും ബോർഡറിനെ കുറിച്ചും വിശദീകരിക്കുക. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇസ്തമസിനെ കുറിച്ച് വിശദീകരിക്കാം. അതിൻ്റെ ഉള്ളിലുള്ള പാരാതൈറോയിഡ് ഗ്ലാൻഡിനെ കുറിച്ച് വിശദീകരിക്കാം. അതിനുശേഷം തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ആർട്ടീരിയൽ സപ്ലൈ, വീനസ് സപ്ലൈ, ലിംഫാറ്റിക് സപ്ലൈ, നെർവ് സപ്ലൈ. ഏത് ആർട്ടറിയാണ് ആ തൈറോയിഡ് ഗ്ലാൻഡിന് ബ്ലഡ് കൊണ്ടുവരുന്നത്, ഏത് വെയിൻ വഴിയാണ് അത് പുറത്തോട്ട് പോകുന്നത്, എന്ത് ലിംഫാറ്റിക് ഡ്രെയിനേജ് സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്, ഏത് നെർവാണ് നെർവസ് സപ്ലൈ. ഇത്രയും എല്ലാ അനാട്ടമി ക്വസ്റ്റ്യനിലും എല്ലാ ഓർഗൻസിലും ഈ ഒരു പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്യുക. ഞാനിപ്പോൾ പറഞ്ഞ ഈ രീതിയിൽ നിങ്ങൾ കണ്ടന്റ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള 5 മാർക്കും കിട്ടണം. ചിലപ്പോൾ ബാക്കി എല്ലാത്തിനും ഫുള്ള് തന്നിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് ഇവിടെ കുറയ്ക്കും, 4 മാർക്ക് അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് തരും. അപ്പോൾ ഇങ്ങനെയാണ് 10 മാർക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾ എക്സാമിന് എഴുതിയ എസ്സേയും ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ രീതിയിലാണോ അതോ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വന്നിട്ടുള്ളത്, അങ്ങനെയാണെങ്കിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് ആ എസ്സേക്ക് കിട്ടും, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താമായിരുന്നു, ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഓർക്കുക, ആദ്യത്തെ പാർട്ട് ഓഫ് ക്വസ്റ്റ്യന് 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കായിരിക്കും. അത് ഡീറ്റെയിൽ ആയിട്ട് എഴുതുക, അത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി. രണ്ടാമത്തെ പാർട്ട് ക്വസ്റ്റ്യനും വീണ്ടും 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതിൽ 1 ഇൻട്രൊഡക്ഷനും പിക്ചറിനും ചേർത്തിട്ട് 2 മാർക്ക് ഉണ്ടാകും. ബാക്കിയുള്ളത് എക്സ്പ്ലനേഷനും ആയിരിക്കും. ആ രീതിക്ക് തന്നെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഇൻക്ലൂഡിങ് അനാട്ടമി എഴുതുമ്പോൾ ഇൻക്ലൂഡിങ് ആർട്ടറി, വെയിൻ, ലിംഫാറ്റിക് സപ്ലൈ, നെർവ് സപ്ലൈ ഇതുൾപ്പെടെ തന്നെ അവിടെ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് എസ്സേ. അത് കഴിഞ്ഞാൽ അതിൻ്റെ തൈറോയിഡ് ഗ്ലാൻഡിൽ തന്നെ ഹിസ്റ്റോളജി ഉണ്ട്, ഫോളിക്കുലർ സെൽസും പാരാഫോളിക്കുലർ സെൽസ്, അതും കൂടി നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ പോസ് ചെയ്ത് വായിച്ചു നോക്കാം. നെക്സ്റ്റ് അടുത്ത് നമ്മുടെ എസ്സേ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അടുത്ത സെഷൻ വരുന്നത് ഷോർട്ട് നോട്ട്സ് ആണ്, അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ. അപ്പോൾ ഇവിടെ KUHS ഇപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലാറ്ററൽ വാൾ ഓഫ് നോസ് ആണ്. അപ്പം നമ്മൾ സാധാരണ അനാട്ടമിയിൽ നോസ് എന്താണെന്ന് പഠിക്കാറുണ്ട്, നാസൽ ക്യാവിറ്റി എന്താണെന്ന് പഠിക്കാറുണ്ട്. നോസ് ആൻഡ് നാസൽ ക്യാവിറ്റി എന്നാണ് പഠിക്കുന്നത്. അപ്പം അതിനുള്ളിൽ അതിൻ്റെ ലാറ്ററൽ വാളിനെ കുറിച്ച് പഠിക്കാറുണ്ട്. അത്ര ഒരുപാട് കണ്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കാറില്ല. ജസ്റ്റ് നോസ് പഠിക്കുമ്പോൾ അതിനുള്ളിൽ ലാറ്ററൽ വാളും കൂടെ കവർ ചെയ്ത് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത്രയും ചെറിയൊരു ടോപ്പിക്കാണ് 5 മാർക്കിന് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ലാറ്ററൽ വാളിനെ കുറിച്ച് ഒരുപാട് എഴുതാൻ അറിയത്തില്ലെങ്കിൽ എന്ത് ചെയ്യാം? ആ ക്വസ്റ്റ്യൻ എഴുതാതെ വിടാൻ പറ്റുമോ? ഇല്ല, നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം. നമ്മളവിടെ നോസ് പഠിച്ചിട്ടുണ്ട്. നോസ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് അതിനുള്ളിലുള്ള സെപ്റ്റത്തിനെ കുറിച്ചും അതിൻ്റെ കോങ്കേകളെക്കുറിച്ചും അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചും ബോണി പാർട്ടിനെ കുറിച്ചും കാർട്ടിലേജസ് പാർട്ടിനെ കുറിച്ചും ഒക്കെ വിശദീകരിച്ച് എഴുതാം. ഇനി ലാറ്ററൽ വാൾ ഓഫ് നോസ് മാത്രമാണെങ്കിൽ നിങ്ങൾ വരയ്ക്കേണ്ട പിക്ചർ ഇതാണ്. അതിനുശേഷം അതിൻ്റെ ഫീച്ചേഴ്സ്. ലാറ്ററൽ വാൾ ഓഫ് നോസ് എന്ന് പറഞ്ഞാൽ ഒരു ബോണി 3 ഷെൽഫ് ലൈക്ക് ബോണി പ്രൊജക്ഷൻസ് ഉള്ള കോങ്കെ അല്ലെങ്കിൽ കോങ്കെ എന്നറിയപ്പെടുന്ന ഈ ബോണി പ്രൊജക്ഷൻസ് കാണപ്പെടുന്ന നമ്മുടെ നോസിൻ്റെ ഇറഗുലർ പാർട്ടിനെയാണ് ലാറ്ററൽ വാൾ എന്ന് പറയുന്നത്. ഈ കോങ്കെ നമ്മുടെ ഉള്ളിലോട്ട് എടുക്കുന്ന എയറിൻ്റെ ആ ഒരു സർഫസ് ഏരിയ കൂട്ടാനും എയർ കണ്ടീഷനിങ് എഫക്റ്റീവ് ആക്കാനും ഒക്കെ സഹായിക്കുന്നു. അതിൻ്റെ ഫംഗ്ഷനെ കുറിച്ച് എഴുതാം. പിന്നെ ലാറ്ററൽ വാളിനെ വീണ്ടും 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സ്മോൾ ഡിപ്രസ്ഡ് ഏരിയ ഇൻ ദ ആൻറ്റീരിയർ പാർട്ട്, അതിനെ വെസ്റ്റിബ്യൂൾ എന്ന് വിളിക്കുന്നു. അത് കഴിഞ്ഞാൽ മിഡിൽ പാർട്ട് അല്ലെങ്കിൽ ഏട്രിയം ഓഫ് ദ മിഡിൽ മിയാറ്റസ് എന്ന് പറയാറുണ്ട്. നെക്സ്റ്റ് പിന്നെ പോസ്റ്റീരിയർ പാർട്ട്, അതായത് കോങ്കെ കാണപ്പെടുന്ന പാർട്ടാണ് പോസ്റ്റീരിയർ പാർട്ട്. ആ പോസ്റ്റീരിയർ പാർട്ടിൽ കോങ്കകൾക്കിടയിലുള്ള സ്പേസിനെ മിയാറ്റസ് എന്നാണ് പറയുന്നത്. ഇവയെല്ലാം വിശദീകരിച്ചെഴുതാം. ഒന്നുകിൽ നോസ് ആൻഡ് നാസൽ ക്യാവിറ്റിയും പിന്നെ അതിൻ്റെ ബോണി പാർട്ടും കാർട്ടിലേജസ് പാർട്ടും നാസൽ സെപ്റ്റത്തിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. ഒപ്പം കോങ്കയെ കുറിച്ച് എഴുതാം. അല്ല
നമ്മുടെ ലാറ്ററൽ വാൾ തന്നെ ഡീറ്റെയിൽ ആയിട്ട് അറിയാമെങ്കിൽ അത് ലാറ്ററൽ വാളിൻ്റെ ആൻറ്റീരിയർ പാർട്ടും മിഡിൽ പാർട്ടും പോസ്റ്റീരിയർ പാർട്ടും എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. അതിൽ ഓരോ പ്രോസസ്സുകളും ഓരോ പാർട്ടുകളും എന്തൊക്കെയാണ്, സ്കെൽറ്റൽ ലാറ്ററൽ വാൾ എന്തൊക്കെ കൊണ്ട് നിർമ്മിച്ചു, ബോണി പാർട്ട് എന്തൊക്കെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു, നാസൽ ബോണ്, ഫ്രണ്ടൽ പ്രോസസ് ഓഫ് മാക്സില്ല, ലാക്രമൽ ബോണ്, ലാബ്രിന്ത് ഓഫ് എത്മോയിഡ് വിത്ത് സുപ്പീരിയർ ആൻഡ് മിഡിൽ കോങ്കെ, ഇൻഫീരിയർ നാസൽ കോങ്കെ, നെക്സ്റ്റ് പെർപെൻഡിക്കുലർ പ്ലേറ്റ് ഓഫ് പാലറ്റൈൻ ബോണ്, മീഡിയൽ ടെറിഗോയിഡ് പ്ലേറ്റ്, ഇത്രയും ചേർന്നിട്ടാണ് ബോണി പാർട്ടും നമ്മുടെ നോസിൽ വരുന്നത്. അടുത്ത കാർട്ടിലേജസ് പാർട്ട് എന്ന് പറയുന്നത് സുപ്പീരിയർ നാസൽ കാർട്ടിലേജും ഇൻഫീരിയർ നാസൽ കാർട്ടിലേജും 3-4 സ്മോൾ കാർട്ടിലേജസിലേക്ക് ആല, നമ്മുടെ പുറമെ നോസിൻ്റെ നോസ്ട്രിൽസ് വരുന്ന ഭാഗത്തുള്ള ചെറിയ കാർട്ടിലേജ് 3-4 കാർട്ടിലേജസ് ആലയായിട്ടും കാണപ്പെടുന്നു. ഇത് കൂടാതെ ക്യൂട്ടിക്കുലർ ലോവർ പാർട്ടീസ് ഫോമിൻ്റെ ഫൈബ്രോ ഫാറ്റി ടിഷ്യൂസ് കൊണ്ട് നിർമ്മിച്ച ഒരു ലോവർ പാർട്ടും ക്യൂട്ടിക്കുലർ പാർട്ടും വരുന്നുണ്ട്. അപ്പോൾ അത് ഓരോന്നും വിശദീകരിച്ചെഴുതാം. അപ്പോൾ ഇത്രയുമാണ് ലാറ്ററൽ വാൾ ഓഫ് നോസ്. അപ്പോൾ ആ പിക്ചർ വരയ്ക്കുന്നതിന് നിങ്ങൾക്ക് പിക്ചർ വരച്ച് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എഴുതുന്നതിന് 2 മാർക്കും, അത് കഴിഞ്ഞ് നിങ്ങൾ ഈ ഒരു ലാറ്ററൽ വാളിനെ കുറിച്ച് വിശദീകരിക്കുന്നതിന് 3 മാർക്കുമാണ്. പിക്ചർ വരച്ച് നിങ്ങൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന 2 മാർക്ക് കൃത്യമായിട്ട് കിട്ടും. നിങ്ങൾ വിശദീകരിക്കുന്നതിൽ കണ്ടന്റ് കുറവാണെങ്കിൽ അവിടെ 1 മാർക്ക് അവിടെ കുറയ്ക്കും. അല്ല നന്നായിട്ട് എല്ലാ ഡീറ്റെയിൽസും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 5 മാർക്കും ചില ടീച്ചേഴ്സ് തരാറുണ്ട്. മാക്സിമം 5, അവിടെ മിനിമം 4 നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ നിങ്ങൾ എഴുതിയ കണ്ടന്റ് കമ്പയർ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് അടുത്തൊരു ഷോർട്ട് നോട്ട് 5 മാർക്കിൻ്റെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ടോട്ടലി 3 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ്ലി ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള നമ്മളെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു ടെസ്റ്റിസ്. അതും എല്ലാ തവണയും 5 മാർക്കിന് തന്നെയാണിത് ചോദിച്ചിട്ടുള്ളത്. അതായത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ഒരു ഇമ്പോർട്ടൻ്റ് ഓർഗനാണ് ടെസ്റ്റിസ്, അല്ലെങ്കിൽ അവിടുത്തെ ഗൊണാഡ് എന്നറിയപ്പെടുന്ന ടെസ്റ്റിസ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ഈ ഒരു പിക്ചർ തന്നെയാണ് നിങ്ങളവിടെ വരയ്ക്കേണ്ടത്. എന്താണ് ടെസ്റ്റിസ്? അവിടെ നിങ്ങൾ ആദ്യം ഇൻട്രൊഡക്ഷനിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്താണ്, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ എന്താണ്, അതിലെന്തൊക്കെ ഓർഗൻസ് വരുന്നു, അതിനെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അതിനുശേഷം ഹിയർ ഐ എം ഗോയിങ് ടു എക്സ്പ്ലെയിൻ അബൌട്ട് ദ ഇമ്പോർട്ടൻറ്റ് ഓർഗൻ ദറ്റ് ഈസ് ടെസ്റ്റിസിനെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഈ ഒരു പിക്ചർ അവിടെ നന്നായിട്ട് വരയ്ക്കാം. അതിനുശേഷം ഇതിൻ്റെ 3 ലെയർ, ഏറ്റവും പുറമെയുള്ള ലെയർ 3 ലെയറാണ് ടെസ്റ്റിസിനുള്ളത്. അതിന് ഏറ്റവും പുറമെയുള്ള ലെയർ ട്യൂണിക്ക വെജൈനാലിസ്, രണ്ടാമത് ട്യൂണിക്ക ആൽബുജീനിയ, മൂന്നാമത് ട്യൂണിക്ക വാസ്കുലോസ. ഈ 3 ലെയറും അവിടെ ലേബൽ ചെയ്യുക പ്രധാനമായിട്ട്. പിന്നെ ഓരോ ലൊബ്യൂൾസ്, നമ്മുടെ ടെസ്റ്റിക്കിൾസിനകത്ത് ലൊബ്യൂൾസ്, ഓരോ ലൊബ്യൂൾസ് ആണ് ടെസ്റ്റിസിൻ്റെ ഇതെന്നും, ഇത് റെക്റ്റേ ടെസ്റ്റിസ് ആണെന്നും, പിന്നെ അത് കഴിഞ്ഞാൽ ഇത് വാസ് ഡിഫറൻസ് ആണെന്നും, പാപ്പിനിഫോം പ്ലക്സസ് അറിയാമെങ്കിൽ അതും എഴുതാം, എപ്പിഡിഡിമിസ് അറിയാമെങ്കിൽ അത് എഴുതാം. അതുപോലെ കഴിഞ്ഞാൽ ടെസ്റ്റിക്കുലർ ആർട്ടറി, ടെസ്റ്റിസിനകത്ത് ബ്ലഡ് തരുന്നത് ടെസ്റ്റിക്കുലർ ആർട്ടറി ആണെന്നും, ഇതിനകത്തുള്ള ഈ ഒരു ഭാഗത്തിന് ലൊബ്യൂൾ ഓഫ് ടെസ്റ്റിസിനുള്ളിൽ സെമിനിഫറസ് ട്യൂബ്യൂൾ എന്നുള്ളതും ഈസിയായിട്ട് ഇടപെടുത്താൻ പറ്റുന്ന പാർട്ടുകളാണ്. 3 ലെയർ, ഏറ്റവും പുറമെ ട്യൂണിക്ക വെജൈനാലിസ്, രണ്ടാമത് ട്യൂണിക്ക ആൽബുജീനിയ, മൂന്നാമത് ട്യൂണിക്ക വാസ്കുലോസ. ഇതും എക്സാമിന് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും 2 മാർക്ക് ക്വസ്റ്റ്യൻ ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിച്ചിട്ടുള്ള ഒരു പാർട്ടാണ്. അതുപോലെ ടെസ്റ്റിസിൻ്റെ ഉള്ളിലുള്ള ഈ ഓരോ ലൊബ്യൂളിനുള്ളിൽ സെമിനിഫറസ് ട്യൂബ്യൂള്, ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഈ റെക്റ്റേ ടെസ്റ്റിസ് ആണ്. പിന്നെ ഇതിലോട്ട് ഇവിടെ വരുന്ന പാർട്ടുകൾ വാസ് ഡെഫറൻസ്, എപ്പിഡിഡിമിസ്, പാപ്പിനിഫോം പ്ലക്സസ്, ടെസ്റ്റിക്കുലർ ആർട്ടറി. ഇത്രയുമെങ്കിലും മിനിമം അടയാളപ്പെടുത്തുക, ലേബൽ ചെയ്യുക, അതും നീറ്റായിട്ട് വരച്ച് ലേബൽ ചെയ്യുക. അതിനുശേഷം ഇതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തൈറോയ്ഡ് ഗ്ലാൻഡിൽ പറഞ്ഞതുപോലെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ നോസിൽ പറഞ്ഞതുപോലെ തന്നെ എല്ലാം കൂടെ ഒരു പാരഗ്രാഫ് എഴുതാതെ സെപ്പറേറ്റ് ഹെഡിങ്സ്, ടെസ്റ്റിസ് എന്താണ്, അതിനെക്കുറിച്ചുള്ള ഫീച്ചേഴ്സ് എഴുതുന്നു. അതിന് കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്, പുറമേയുള്ള ഭാഗങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഒരു കണ്ടന്റായിട്ട് എഴുതുന്നു. അത് കഴിഞ്ഞ് കവറിങ് 3 ലെയറുകൾ, ടെസ്റ്റിസിൻ്റെ 3 ലെയറുകൾ എന്തൊക്കെയാണെന്ന്, ട്യൂണിക്ക വെജൈനാലിസ്, ട്യൂണിക്ക ആൽബുജീനിയ, ട്യൂണിക്ക വാസ്കുലോസ, ഈ 3 ലെയറും അതിനെക്കുറിച്ച് എഴുതി വിശദീകരിക്കുന്നു. പിന്നെ സ്ട്രക്ചർ, ടെസ്റ്റിസിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് എഴുതുന്നു. ടെസ്റ്റിസിൻ്റെ ആർട്ടീരിയൽ സപ്ലൈ, വീനസ് സപ്ലൈ, ലിംഫാറ്റിക് ഡ്രെയിനേജ്, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. 5 മാർക്കിന് ധാരാളമാണ്. ഇത്രയും കണ്ടന്റ് പോരെ? പിക്ചർ, ഇൻട്രൊഡക്ഷൻ, പിക്ചർ, പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് സബ് ഹെഡിങ്സിലൂടെ തന്നെ എഴുതുക. ടെസ്റ്റിസ്, എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്, കവറിംഗ് ഓഫ് ദ ടെസ്റ്റിസ്, സ്ട്രക്ചർ ഓഫ് ദ ടെസ്റ്റിസ്, ആർട്ടീരിയൽ സപ്ലൈ, വീനസ് സപ്ലൈ, ലിംഫാറ്റിക് ഡ്രെയിനേജ്. എത്ര മാർക്ക് കുറയ്ക്കുന്ന ടീച്ചേഴ്സും 4 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ട് അവിടെ തരും. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ക്ലാസ്സിൽ എടുത്ത് തന്നിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നല്ല മാർക്കുകൾ തന്നെ കിട്ടും. നെക്സ്റ്റ് 3ാമത്തെ അല്ലെങ്കിൽ ലാസ്റ്റ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ.
തൊറക്കോ അബ്ഡോമിനൽ ഡയഫ്രം. വേറൊന്നുമില്ല, ഡയഫ്രം തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ. തൊറക്കോ അബ്ഡോമിനൽ ഡയഫ്രം എന്ന് പറഞ്ഞാൽ, തൊറക്കോ എന്ന് പറഞ്ഞാൽ തൊറാസിക് ക്യാവിറ്റിയും അബ്ഡോമിനൽ എന്ന് പറഞ്ഞാൽ അബ്ഡോമിനൽ ക്യാവിറ്റിയും. ഈ രണ്ട് ക്യാവിറ്റികൾക്കും ഇടയിലുള്ള ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ഡിവിഷനായിട്ട് വരുന്ന ഒരു മെംബ്രെയിനാണ്, മസ്കുലാർ മെംബ്രെയിനാണ് ഡയഫ്രം. തൊറാസിക് ക്യാവിറ്റിയും അബ്ഡോമിനൽ ക്യാവിറ്റിയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് പറയുന്നു? തൊറക്കോ അബ്ഡോമിനൽ ഡയഫ്രം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഡയഫ്രം വരയ്ക്കാൻ പറ്റിയാൽ അത് വരയ്ക്കാം. അനാട്ടമിയിൽ ഏറ്റവും നല്ലത് വരച്ച് അടയാളപ്പെടുത്തുന്നത് തന്നെയാണ്. ഡയഫ്രം വരയ്ക്കുക. റൈറ്റ് ക്രസ്സും ലെഫ്റ്റ് ക്രസ്സും പിന്നെ നമ്മുടെ അതിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? സെൻട്രൽ ടെൻഡോൺ പോകുന്നുണ്ട്, ഈസോഫാഗസ് പാസ് ചെയ്ത് പോകുന്നുണ്ട്, പിന്നെ നമ്മുടെ അയോട്ട, ഹാർട്ടിൽ നിന്ന് വരുന്ന അയോട്ട പാസ് ചെയ്ത് പോകുന്നുണ്ട്, ലംബാർ വെർട്ടിബ്രേ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഇത് കൂടാതെ റൈറ്റും ലെഫ്റ്റും ക്രസ്, റൈറ്റ് ക്രസ്സും ലെഫ്റ്റ് ക്രസ്സും, ഡയഫ്രത്തിന്റെ റൈറ്റും ലെഫ്റ്റും ക്രസ്സും, പിന്നെ മസിൽസ് ഒക്കെ ഉണ്ട്. മസിൽസ് ഒക്കെ പറ്റിയാൽ വരയ്ക്കാം, ഇല്ലെങ്കിൽ വേണ്ട. ഇൻഫീരിയർ വീന കാവ ഇതെല്ലാം പാസ് ചെയ്ത് പോകും. അപ്പോൾ എന്തൊക്കെ ഓർഗൻസ്, എന്തൊക്കെ ഓപ്പണിങ്സ് ആണ് ഇവിടെ ഉണ്ടെന്ന് പറയും. ചിലപ്പോൾ 2 മാർക്ക് ചോദിക്കാം. ഇൻഫീരിയർ വീന കാവ ഒരു ഓപ്പണിംഗ് ആണ്, ഈസോഫാഗസ് ഒരു ഓപ്പണിംഗ് ആണ്, പിന്നെ അയോട്ട മറ്റൊരു ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഇത് 3 പ്രധാനമായിട്ട് അവിടെ എഴുതുക. അപ്പോൾ എന്നിട്ട് ഇതെന്ത് ചെയ്യുക? ഓരോന്നും എന്താണ് ഡയഫ്രം, എവിടെ കാണപ്പെടുന്നു, അതിൻ്റെ ഷേപ്പ് എന്താണ്, അതിൻ്റെ ഫങ്ഷൻ എന്താണ്, അതിലൂടെ പാസ് ചെയ്ത് പോകുന്നത് എന്തൊക്കെയാണ്, അതിൻ്റെ പാർട്ടുകൾ, സ്റ്റേർണൽ പാർട്ട്, കോസ്റ്റൽ പാർട്ട്, വെർട്ടിബ്രൽ പാർട്ട്. നമ്മുടെ ഡയഫ്രത്തിനെ 3 പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ 3 പാർട്ടുകൾ എന്തൊക്കെയാണ്, പിന്നെ അതിൻ്റെ സബ് ബോർഡറുകൾ, ലിഗമെൻസുകൾ, അതിനെക്കുറിച്ചൊക്കെ അറിയാമെങ്കിൽ അത് എഴുതുക. റൈറ്റ് ക്രസ്സിനെ കുറിച്ചും ലെഫ്റ്റ് ക്രസ്സിനെ കുറിച്ചും എഴുതാം. പിന്നെ ഡയഫ്രത്തിലുള്ള ഓപ്പണിങ്സ്, അയോട്ടയുടെ ഓപ്പണിംഗ് ഉണ്ട്, ഈസോഫേജിൽ ഓപ്പണിംഗ് ഉണ്ട്, ഇൻഫീരിയർ വീനക്കാവയുടെ ഓപ്പണിംഗ് ഉണ്ട്, അല്ല ഇത് ഓപ്പണിംഗ് എഴുതുക. പിന്നെ നമ്മുടെ സ്പ്ലാഞ്ചിക് നെർവ്സ്, സിമ്പതറ്റിക് ട്രങ്ക്സ്, എപ്പിഗാസ്ട്രിക് വെസൽസ് ഒക്കെ വരുന്നുണ്ട്. പ്രധാനമായിട്ട് 3 ഹോളുകൾ, 3 ഓപ്പണിങ്സ് ആണ് അവിടെ വരുന്നത്. അത് 3ഉം എഴുതുക. ഡീറ്റെയിൽ ആയിട്ട് വാസ്കുലാർ സപ്ലൈ, ഏത് ആർട്ടറിയാണ് അവിടെ സപ്ലൈ ചെയ്യുന്നത്, ഇന്റർകോസ്റ്റലും സബ് കോസ്റ്റൽ ആർട്ടറീസും സപ്ലൈ ചെയ്യുന്നുണ്ട്. ഏത് ആർട്ടറി, ഫ്രീനിക് ആർട്ടറി സപ്ലൈ ചെയ്യുന്നുണ്ട്, ഫ്രീനിക് നെർവ് സപ്ലൈ ചെയ്യുന്നുണ്ട്, ഫ്രീനിക് വെയിൻ സപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡയഫ്രത്തിൽ ഫ്രീനിക് ആർട്ടറി, ഫ്രീനിക് വെയിന്, ഫ്രീനിക് നെർവ്, അതുപോലെ ഇന്റർകോസ്റ്റലും സബ് കോസ്റ്റൽ ആർട്ടറീസും ബ്ലഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും എഴുതി കഴിഞ്ഞാൽ അത് 5 മാർക്കിന്, മിനിമം 4 മാർക്ക്, മാക്സിമം 5 മാർക്ക് കിട്ടും. അപ്പോൾ ഇത്രയും വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ. സെലക്റ്റീവായിട്ട് മാത്രം പഠിച്ച കുട്ടികൾക്ക് പോലും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത പല കുട്ടികളും നിങ്ങൾക്ക് റിവ്യൂ അയച്ചതാണ്. മാം പറഞ്ഞതല്ലാതെ ഒരു ക്വസ്റ്റ്യൻ പോലും എക്സാമിന് വന്നിട്ടില്ല. അപ്പോൾ അത് ഒരു മാജിക് ഒന്നുമല്ല. ഞങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്ത് ഓരോ യൂണിവേഴ്സിറ്റിയിലും ഫ്രീക്വൻ്റ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതാണ് ടോപ്പിക്സ്. അപ്പോൾ ചിലപ്പോൾ 5 മാർക്കിന് ഈ പ്രാവശ്യം ചോദിച്ചത് അടുത്ത പ്രാവശ്യം 10 മാർക്കിന് ചോദിക്കാം, ചിലപ്പോൾ 2 മാർക്കിനായിരിക്കും ചോദിക്കുന്നത്, ചിലപ്പോൾ 1 മാർക്കിനായിരിക്കും ചോദിക്കുന്നത്. പക്ഷേ ആ ടോപ്പിക്ക് അവിടെ പ്രാധാന്യം കൊടുത്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നല്ല മാർക്കോടുകൂടെ തന്നെ പാസ്സാകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കുക. ഇനി നമ്മുടെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ അടുത്ത സെഷൻ എന്ന് പറയുന്നത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. യൂഷ്വലി നിങ്ങൾക്ക് അവിടെ ചോദിക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ആണ്. അപ്പോൾ ഏതെങ്കിലും സിമിലർ വേർഡ്സ് വെച്ചിട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കാറുണ്ട്. ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് 5 മാർക്കിനും 2 മാർക്കിനും 1 മാർക്കിനും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ് കാർട്ടിലേജസ്. ഹയാലിൻ കാർട്ടിലേജും ഇലാസ്റ്റിക് കാർട്ടിലേജും ഫൈബ്രസ് കാർട്ടിലേജ്, ഇത് 3ഉം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻസ് ബിറ്റ്വീനോ ഓൺ വേർഡ് ക്വസ്റ്റ്യൻസും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ സെയിം ടോപ്പിക് ഈ പ്രാവശ്യം ഡിഫറൻസ് ബിറ്റ്വീൻ 2 മാർക്കിന് ചോദിച്ചു. കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം, സെമസ്റ്റർ എക്സാമിൻ്റെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടായിരുന്നു ഈ ഒരു ടോപ്പിക്കിൽ നിന്നുണ്ടായത്. പക്ഷേ ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് അവിടെ എഴുതാൻ പറ്റും. അപ്പോൾ 3 കാർട്ടിലേജും അതെവിടെ കാണപ്പെടുന്നു, അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, ഏതൊക്കെ ലൊക്കേഷനിൽ കാണപ്പെടുന്നു, എന്തൊക്കെയാണ് ഫങ്ഷൻസ്, ഇത് അറിയാമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചോദിച്ചാലും അതവിടെ എഴുതാൻ പറ്റും. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ 5 മാർക്കിനും 10 മാർക്കിനും നമ്മൾ പഠിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ലാർജ് ഇൻറ്റസ്റ്റൈൻ 5 മാർക്കിന് പഠിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ചത് എങ്ങനെയാണ്? 2 മാർക്കിനാണ്. ആ ഒരു വേർഡിൻ്റെ സിമിലാരിറ്റി, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ലാർജ് ഇൻറ്റസ്റ്റൈൻ, ഒന്ന് ലോങ് ആണ്, ഒന്ന് ഷോർട്ടാണ്, ഒന്ന് എവിടെ സ്റ്റൊമക്കിനടുത്തായിട്ട് കാണപ്പെടുന്നു, ഒന്ന് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് പാർട്ടായിട്ട് കാണപ്പെടുന്നു, ഒന്ന് ഡൈജഷനും അബ്സോർഷനും സഹായിക്കുന്നെങ്കിൽ മറ്റൊന്ന് റീ അബ്സോർഷൻ ഓഫ് ഫുഡും എലിമിനേഷൻ ഓഫ് വേസ്റ്റുമാണ്. മറ്റൊന്ന് ഇവിടെ എന്താണ്? കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും മിനറലും വിറ്റമിനും എല്ലാം അബ്സോർബ് ചെയ്യുന്നു. എന്നാൽ ലാർജ് ഇൻറ്റസ്റ്റൈൻ അബ്സോർബ് വാട്ടർ, ന്യൂട്രിയൻസ് ആൻഡ് സോൾട്ട്. പിന്നെ ഇതിൻ്റെ പാർട്സുകൾ ഏതൊക്കെയാണ്, ഓരോന്നിലും ഏതൊക്കെ പാർട്ടുകൾ വരുന്നു. ഇത്രയും എഴുതിയാൽ തന്നെ പോരെ 2 മാർക്കിന് സുഖമായിട്ട് നിങ്ങൾക്ക് ആ 2 മാർക്ക് അതുപോലെ നേടിയെടുക്കാൻ പറ്റും.
നെക്സ്റ്റ് 8ാമത്തെ ക്വസ്റ്റ്യൻ എടുത്ത് ചോദിച്ചിരിക്കുന്നത് റൈറ്റ് വെൻട്രിക്കിളും ലെഫ്റ്റ് വെൻട്രിക്കിളും തമ്മിലുള്ള വ്യത്യാസം. അതായത് നമ്മുടെ ഹാർട്ടിൻ്റെ 4 ചേമ്പറുകൾ, അതിൽ ഏറ്റവും മുകളിലുള്ളത് ഏട്രിയം, താഴെയുള്ളത് വെൻട്രിക്കിളുമാണ്. അപ്പോൾ അതിൽ റൈറ്റ് വെൻട്രിക്കിളും ലെഫ്റ്റ് വെൻട്രിക്കിളും തമ്മിലുള്ള വ്യത്യാസം. റൈറ്റ് സൈഡ് എന്താണ്? സ്മോളർ ആണ്, ലെഫ്റ്റ് സൈഡ് ലാർജർ ആണ്. റൈറ്റ് സൈഡ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് സ്വീകരിക്കുന്നു, ലെഫ്റ്റ് സൈഡ് ഓക്സിജനേറ്റഡ് ബ്ലഡ് സ്വീകരിക്കുന്നു. റൈറ്റ് സൈഡിൽ നിന്ന് ബ്ലഡ് എങ്ങോട്ട് പോകുന്നു? ലങ്സിലോട്ട് വയ പൾമണറി ആർട്ടറി വഴി പോകുന്നു. നെക്സ്റ്റ് ലെഫ്റ്റിലാണെങ്കിൽ നമ്മുടെ ബോഡി പാർട്സിലോട്ട് അയോട്ട വഴി പോകുന്നു. ഇത് പൾമണറി സർക്കുലേഷൻ്റെ പാർട്ടാണ്, ഇത് സിസ്റ്റമിക് സർക്കുലേഷൻ്റെ പാർട്ടാണ്. ഇതുപോലെ ഒരു 5 പോയിന്റ് നിങ്ങൾ അവിടെ 2 സൈഡിലും എഴുതി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മോർ ദാൻ എനഫ് ഫോർ 2 മാർക്സ്. അപ്പം ഈ രീതിയിലാണ് നിങ്ങളുടെ എക്സാം. അപ്പോൾ ഏറ്റവും ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല ഈസി ആയിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു ഈ കഴിഞ്ഞ എക്സാം. എല്ലാവരും നമ്മുടെ കുട്ടികളെല്ലാവരും നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ ഇനി എക്സാം എഴുതാൻ പോകുന്നവരും ഇതേ പാറ്റേണിലാണ് എക്സാം വരുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓരോ ടോപ്പിക്സും പഠിക്കുമ്പോൾ ഇതിൽ നിന്ന് 1 വേർഡ് ഏതൊക്കെ ചോദിക്കാം, ഇതിൽ നിന്ന് 2 മാർക്ക് ഏതൊക്കെ ചോദിക്കാം, ഇതിൽ നിന്ന് 5 മാർക്കിന് ഏതൊക്കെ ചോദിക്കാം, 10 മാർക്കിന് എങ്ങനെ ചോദിക്കാം, എന്തൊക്കെ എഴുതണം, അത് മനസ്സിലാക്കി തന്നെ പഠിക്കുക. ആ ഒരു ഓരോ പോയിന്റും, അല്ലാതെ എക്സാമിന് ഒരു 10 ദിവസം മുന്നേ ഓടിപ്പിടിച്ച് നിങ്ങൾ പഠിക്കാൻ നിൽക്കരുത്. ആദ്യം മുതൽ തന്നെ സെം തുടങ്ങുമ്പോൾ തന്നെ, അതിപ്പം ഫസ്റ്റ് സെം ആയാലും സെക്കൻഡ് സെം ആയാലും ഏത് സെം ആയാലും നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം സെം തുടങ്ങുമ്പോൾ തന്നെ ഓരോരോ ടോപ്പിക്കായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോട്ട് ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്ത് വായിച്ച് തന്നെ പഠിക്കുക. കാരണം അറിവ് അതിന് തുല്യം വെക്കാൻ വേറൊന്നുമില്ല. നമ്മൾ അറിവ് നേടി തന്നെ നമ്മൾ നഴ്സിംഗ് പാസ്സാകണം, അല്ലാതെ വെറുതെ എങ്ങനെയെങ്കിലും പാസ്സാകുക എന്നുള്ളതല്ല. അപ്പോൾ മറ്റൊരു കാര്യം കൂടെ പറയുന്നു, ഫസ്റ്റ് സെം മുതൽ 6th സെം വരെയുള്ള ട്യൂഷൻ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സും ഡീറ്റെയിൽ ആയിട്ട് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത ക്ലാസ്സും ഓരോ ചാപ്റ്ററിൻ്റെ ഷോർട്ട് നോട്ട്സിൻ്റെ വീഡിയോസും ഓരോ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസും MCQസും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എല്ലാ ടോപ്പിക്സിൻ്റെയും ക്ലാസ്സുകൾ ആദ്യം മുതലേ നിങ്ങൾക്ക് അവൈലബിളുമായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ഇൻറ്റൻസീവ് പ്രിപ്പറേഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഓഫീസിൽ നമ്പർ 8891127927. ഫസ്റ്റ് സെമ്മിലുള്ള കുട്ടികളോട് മറ്റൊരു കാര്യം പറയാനുള്ളത്, ലാസ്റ്റ് നിമിഷം വന്നിട്ട് സമയമില്ലാതെ ബുദ്ധിമുട്ടരുത്. സെക്കൻഡ് സെമ്മിൻ്റെ ക്ലാസ്സിന് ഇപ്പോഴേ തന്നെ ജോയിൻ ചെയ്തു തുടങ്ങുക. ഓൾറെഡി ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു. 40-ലധികം ക്ലാസ്സുകൾ ഇപ്പോൾ തന്നെ അവൈലബിൾ ആണ്. ആദ്യം മുതലേ പഠിച്ചു തുടങ്ങുക. ക്ലാസ്സുകൾ വാങ്ങി വെച്ച് മിണ്ടാതിരിക്കരുത്. 1 by 1 ആയിട്ട് ഓരോന്നായിട്ട് പഠിക്കുക. ഡൗട്ട്സുകൾ ഉള്ളതെല്ലാം അപ്പോഴപ്പോഴും ക്ലിയർ ചെയ്ത് പോവുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അത് ബേസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. കോഴ്സിന് ജോയിൻ ചെയ്താലും ഇല്ലാത്തവരായാലും എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നല്ല മാർക്കോട് കൂടെ തന്നെ പാസ്സാകുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.